അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഈ സമയത്ത് ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ സന്തോഷമായിരിക്കും. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. വീട് പണിയുന്നവരായ നിങ്ങൾ, എല്ലാവരും ആ വാക്യം ചേർന്ന് വായിക്കണം. തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. സംശയമൊന്നും അതിലില്ല. സാധാരണ നിലയിൽ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഈ വചനം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഞാൻ തള്ളിക്കളയപ്പെട്ടൊരു കല്ലായിരുന്നു, ഞാൻ പലയിടത്തും റിജക്റ്റഡ് ആയിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ കർത്താവ് എന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റി. എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയത് യഥാർത്ഥത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വ്യക്തമായി അപ്പോസ്തലനായ പത്രോസ് 4:11 പറയുന്നത്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. സംശയമൊന്നുമില്ല. എന്നിട്ട് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇതൊരു സംശയത്തിന്റെ നിഴലിൽ പറയുന്നതല്ല, ഇത് കൺഫേംഡ് ആണ്. ബൈബിൾ സംബന്ധമായി ഇത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങിവരവ്. ഒന്നുകൂടെ പറയാം. യേശു കർത്താവിൻ്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങിവരവ് ഈ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്ന ഒറ്റ വാക്യത്തിൽ കിടക്കുകയാണ്. മനസ്സിലായില്ല? ഇത് അപ്പോസ്തല പ്രവൃത്തി 4:11 നിങ്ങൾ വായിക്കുന്നതെങ്കിലും ഇത് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന ഒരു പ്രവചനമാണ്. പ്രത്യേകിച്ച് 118-ാമത്തെ സങ്കീർത്തനം എടുക്കുമ്പോൾ അതിൻ്റെ 22, 23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യവും ആയിരിക്കുന്നു. എനിക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി 4:11 അറിയുന്നതിന് മുമ്പ് ഈ 118-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യം ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചതാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ, അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ ചിത്രവും ഉപേക്ഷിച്ചവരുടെ, റിജക്ട് ചെയ്തവരുടെ, പുറത്താക്കിയവരുടെ ഒക്കെ മുഖവും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അത് സ്വന്തമായി സ്വീകരിക്കുന്നത് കൊണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ തെറ്റൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതും അത് യഹോവയാൽ സംഭവിച്ചു, അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറിയതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനമാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, യേശുവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങിവരവ് ഇത്രയും ഈ ഒരൊറ്റ പ്രവചനത്തിൽ, ഒറ്റ വാക്യത്തിൽ എങ്ങനെ സംഭവിക്കും? നിങ്ങൾക്കറിയാമോ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവഗണിച്ചവരെ പരിഗണിക്കേണ്ടി വരും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, അവഗണിച്ചവരെ, പറയുന്നില്ല പലരും, പരിഗണിക്കേണ്ടി വരും. തള്ളിക്കളഞ്ഞതിനെ അന്വേഷിച്ച് ചേർത്ത് പിടിക്കേണ്ടി വരും.
നമ്മളൊക്കെ പലരും മറന്നു കളഞ്ഞതിനെ പിന്നത്തേതിൽ മാനിക്കേണ്ടി വരും. നമ്മൾ നിന്ദിച്ച ചിലരിതിനെ ദൈവം ചിലയിടത്ത് മാനിക്കുമ്പോൾ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടി വരും. ഇതുപോലെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ജീവിതത്തിൽ അവഗണനകൾ ഏറ്റുവാങ്ങിയ, തിരസ്കരിക്കപ്പെട്ട, തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു ക്രിസ്തു. ഇന്നത്തെ മെസ്സേജിൽ ആരും ഉറങ്ങരുത്, എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത്യാവശ്യം ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കിത് ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകാനും പറ്റില്ല. നമ്മളുടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, 4 മാവടിയിൽ മോഹൻ സി ലാസ്രസനായുടെ അവിടെ ആ ശുശ്രൂഷയിലായിരുന്നു. ഞാൻ ആ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അണ്ണൻ ശുശ്രൂഷിക്കാൻ കയറുമ്പോൾ വളരെ ശാന്തമായിട്ടാണ് പ്രസംഗിക്കുന്നത്. കുറഞ്ഞതൊരു 30,000 മുതൽ 35,000 വരെ ജനം അവിടെ ഉണ്ട്. ഡോക്ടർ കരുണും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ മലയാളി കൾച്ചറിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ അങ്ങനെ പ്രസംഗിച്ചാൽ നമ്മൾ ആദ്യം പറയും പുള്ളിക്ക് അഭിഷേകമില്ലെന്ന്. കാരണം നമ്മൾ ഒരാൾക്ക് അഭിഷേകമുണ്ട്, നമ്മൾ ഒരാൾക്ക് ഭയങ്കര മിനിസ്ട്രി ആണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവർ കിടന്ന് ഭയങ്കര ശബ്ദം വെച്ച് ബഹളം ഉണ്ടാക്കുന്ന സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന് വേണ്ടത് ശബ്ദം വന്നു പോകും. ഇപ്പോ മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്ത് ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞു. കാരണം ആ ഹോളി സ്പിരിറ്റിന്റെ ടച്ച് ഉണ്ടായപ്പോൾ എലിസബത്തിന്റെ ഒച്ച കൂടി. അപ്പോ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ എന്ന പിള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ തുള്ളി, കൊച്ചൊന്ന് വയറ്റി കിടന്ന് ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ചാടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ ടച്ച് ഉണ്ടായാൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞു വരെ ചാടിയ ചരിത്രമാണ് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2, മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്ത് അത്യുച്ചത്തിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒച്ച തന്നെ വന്നു. ഒച്ച വരും. നമുക്ക് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ ഒച്ച വരും. ചിലപ്പോൾ ചാടും, ശക്തിയോടെ ആരാധിക്കും. ഇതൊക്കെ സാധാരണമായ കാര്യമാണ്. കാരണം നമ്മളെ പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബുദ്ധിയല്ല, നമ്മളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. ഈ വെള്ളം പാദത്തോളം എത്തുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിലൂടെ നടന്നു പോകാം. യെഹെസ്കേൽ എന്ന പ്രവാചകൻ പറയുന്നത് പോലെ ഇത് നരിയാണിയോളം എത്തുമ്പോഴും നടന്നു പോകാം, മുട്ടോളം എത്തുമ്പോഴും നമുക്ക് ഈ വെള്ളത്തിലൂടെ നടന്നു പോകാം, അരയോളം എത്തുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് ഈ വെള്ളത്തിലൂടെ നടന്നു പോകാം. പക്ഷെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയും. ഇത് തലയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തെ നമ്മളല്ല നിയന്ത്രിക്കുന്നത്, വെള്ളം നമ്മളെ നിയന്ത്രിക്കുവാനിടയാകും. ഒരു വ്യക്തിയുടെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അളവിലധികം വെളിപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ആ വ്യക്തിയുടെ ബുദ്ധിയോ ശക്തിയോ കഴിവോ അല്ല, ആ വ്യക്തിയിൽ വെളിപ്പെട്ട ദൈവശക്തി ആയിരിക്കും എന്ന് അനുഭവിച്ചവർ കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശാന്തമായ നിലകളിൽ നമ്മളോട് സംസാരിക്കും. ഇന്ന് പകലിൽ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ആ കല്ല് ഇവൻ തന്നെ, യേശു തന്നെ എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ആ കർത്താവ് എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടവനായിരുന്നു, അവഗണിച്ചവർക്കെല്ലാം ഭിന്നത്തേതിൽ അവനെ പരിഗണിക്കേണ്ടി വന്നു. ആ കല്ലിനെ ആരെല്ലാം തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞ പലർക്കും ആ കല്ലിനെ അന്വേഷിച്ചു വന്ന് ചേർത്ത് പിടിക്കേണ്ടി വന്നു. ആരെല്ലാം ആ കല്ലിനെ അപമാനിച്ചു, അപമാനിച്ചവർക്കെല്ലാം ക്രിസ്തുവാകുന്ന കല്ലിനെ ഭിന്നത്തേതിൽ മാനിക്കേണ്ടി വന്നു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യ സഭയോട് 3-ാം അധ്യായത്തിന്റെ 11, 12, 13 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ കല്ല് അടിസ്ഥാനമുള്ള കല്ലായി മാറി. വായികൾ തുറന്ന് പറയാമോ? തള്ളിക്കളഞ്ഞ കല്ല്. ഉറക്കെ പറയണം, തള്ളിക്കളയപ്പെട്ട കല്ല്, ക്രിസ്തുവാകുന്ന കല്ല് അടിസ്ഥാനമായ കല്ലായി മാറി. ഇന്ന് പകൽ ആ കല്ലിൻ മുകളിലാണ്, ആ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾ, വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങൾ, വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം, നിങ്ങളുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്ന ജീവിതമായി, നിലവാരമുള്ള ജീവിതമായി മാറണമെങ്കിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. 25-26 വാക്യങ്ങളിൽ പറയുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്റെ മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. 25-ാമത്തെ വാക്യത്തിൽ ഞാൻ നിൽക്കുകയാണ്, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, വീണില്ലെന്നല്ല, വീഴത്തില്ല. ഒന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായി കഴിയും? യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ അനിൽ സാമുവേൽ എങ്കിൽ, യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരാളാണ് പാസ്റ്റർ ഇമ്മാനുവേൽ എങ്കിൽ, യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഞാൻ നിങ്ങളോട് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, അവൻ വീണുപോയി, അവള് വീണുപോയി, അവൻ വീണുപോയി എന്നൊക്കെ നീ അടിച്ചറക്കുന്ന ഡയലോഗുകളില്ലേ, ആ ഡയലോഗിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതിനെ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും വീഴ്ത്താൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്നതിന് വൻമഴ ഉണ്ടാകും, ചിലപ്പോൾ നദികൾ പൊങ്ങും, കാറ്റടിക്കും, വീഴുമെന്നാ നിന്റെ വിചാരം, പക്ഷെ വീഴുകയില്ലെന്നാണ് വചനം പറയുന്നത്. കരമൊന്ന് അടിച്ചു കർത്ത, വീഴുമെന്നാണ് നിന്റെ ചിന്ത, പക്ഷെ വീഴുകയില്ല എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ മണലിന്റെ മേൽ പണിതാൽ, ബുദ്ധിയിൽ പണിതാൽ, ചിന്തയിൽ പണിതാൽ, മതത്തിൽ പണിതാൽ, ജഡത്തിൽ പണിതുയർത്തിയാൽ, നമ്മളുടെ പണത്തിന്റെ ഹുങ്കുകളിൽ പണിതുയർത്തിയാൽ, നമ്മുടെ ഇഷ്ടങ്ങളിൽ പണിതുയർത്തിയാൽ, നമ്മുടെ സ്വന്തം വിചാരങ്ങളിലും ബുദ്ധികളിലും പണിതുയർത്തിയാൽ, ഒരുപക്ഷെ അതിന്റെ വീഴ്ച വലുതായിരിക്കും. യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച്, ദൈവിക വിശുദ്ധിയിൽ ജീവിതത്തെ സമർപ്പിച്ച്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിന്റെ ഏതെല്ലാം കാറ്റുകൾ അടിച്ചാലും, ഏതെല്ലാം തിരമാലകൾ പൊങ്ങിയാലും, വൻമഴ ചൊരിഞ്ഞാലും അത് വീഴത്തില്ല. നമുക്ക് വേണ്ടത് പാറമേൽ അടിസ്ഥാനമിട്ടതാണ്. നമുക്ക് വേണ്ടത് പാറമേൽ അടിസ്ഥാനമിട്ടതാണ്. ഇന്ന് പകൽ പാറമേൽ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു, ആ പാറ എന്റെ മൂലക്കല്ലാകുന്ന ക്രിസ്തുവാണ്. ആ പാറ ക്രിസ്തുവാകുന്ന പാറയാണ്. അതിനകത്ത് നിൽക്കുന്ന വിശ്വാസിയെ, ആ പാറമേൽ കാലുകളെ ഉറപ്പിച്ച ദൈവപൈതലേ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി എന്നെ പാറമേൽ നിർത്തി, എന്റെ നാവിൽ അവൻ എനിക്കൊരു പുതിയ പാട്ട് തന്നു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് പകൽ ക്രിസ്തുവിൽ നിലനിൽക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. He is the foundation. Jesus Christ is the foundation. Jesus Christ is the cornerstone. യേശു ക്രിസ്തുവാണ് അടിസ്ഥാന കല്ല്. യേശു ക്രിസ്തുവാണ് മൂലക്കല്ല്.
ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നുണ്ട്, ക്രിസ്തു എന്ന അടിസ്ഥാന കല്ലിന്മേൽ, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന കല്ലുകളെ ചേർത്ത് വെച്ച് ദൈവം തന്റെ സഭയെ പണിതുയർത്തുന്നു. എന്റെ മെസ്സേജിൽ നമ്മൾ ഇന്നൊരു പകൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു ക്രിസ്തു എവിടെയെല്ലാം തള്ളിക്കളയപ്പെട്ട കല്ലായിരുന്നു. വീട് പണിയുന്നവരായ നിങ്ങൾ, മോണിറ്റർ കട്ടായിട്ടുണ്ട് കേട്ടോ, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്, എന്നെ ശ്രദ്ധിച്ചാൽ മതി, അത് ചെയ്യാൻ ആളുണ്ട്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് എഴുതിയിരിക്കുമ്പോൾ എവിടെയൊക്കെയാണ് യേശു കർത്താവ് റിജക്റ്റഡ് ആയത്? ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാലും ദയവായിട്ട്, ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ റിജക്ഷൻ അനുഭവിച്ചവരുന്ന കൈ ഉയർത്താവ്. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകൾ, ഒറ്റപ്പെടലുകൾ അനുഭവിച്ചവരുന്ന കരങ്ങൾ ഉയർത്താവും. ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ ജനിച്ച് വളർന്ന് അറിവും പക്വതയും പ്രായവും ഒക്കെ ആയിട്ടല്ലേ അനുഭവിച്ചത്? ആണോ? അറിവും പക്വതയും പ്രായവും ഒക്കെ ആയതിനു ശേഷമാണ് തള്ളപ്പെടലും ഒറ്റപ്പെടലും റിജക്ഷനും ഒക്കെ ഞാൻ അനുഭവിച്ചതെന്ന് പറയുന്നവരുന്ന് കൈകൾ ഉയർത്തി. പക്ഷെ യേശുവിനോടുള്ള ബന്ധത്തിൽ, യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ജനിച്ചതിന് ശേഷം, വളർന്നതിന് ശേഷം, അറിവും പക്വതയായതിനു ശേഷം മാത്രമല്ല ക്രിസ്തു തിരസ്കരിക്കപ്പെടുവാൻ തുടങ്ങിയത്. അമ്മയുടെ ഉദരത്തിൽ, വയറ്റിൽ വെച്ച് തന്നെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ. വേദപുസ്തകത്തിൽ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഹല്ലേലൂയ. ലൂക്കോസ് 2:7 എല്ലാവരും ഇവിടെ ഒന്ന് വായിച്ചേ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവൾക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന്റെ ജനനം, ആ ജനനത്തിന് മുൻപ് തന്നെ അവൻ ആരായി തീരും എന്നുള്ള പ്രവചനങ്ങൾ യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. 2, അവൻ എവിടെ ജനിക്കുമെന്നുണ്ടായിരുന്നു, എവിടെ വളരുമെന്നുണ്ടായിരുന്നു, എവിടെ പ്രവർത്തിക്കുമെന്നുണ്ടായിരുന്നു. എല്ലാ പ്രൊഫസികളുടെയും ഫുൾഫിൽമെന്റ് ആണ് യേശു കർത്താവ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു? യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിരുന്നു. സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച പ്രവചനത്താൽ യേശു കർത്താവിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആ പറയപ്പെട്ട പട്ടണങ്ങളെ ബേസ് ചെയ്തായിരുന്നു. യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് തന്നെ ഗലീലയിലെ കാനാവിലായിരുന്നു, ഒരു കല്യാണ വീട്ടിൽ. അങ്ങനാണ് പ്രവചനം യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ പട്ടണമായ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം, ഇരുട്ടിലിരുന്ന ദേശം വലിയ വെളിച്ചം കണ്ടു. ഞാൻ അതിനകത്തുനിന്ന് വിശ്വസിക്കുന്നവരോടൊരു മെസ്സേജ്, ഒരു പ്രൊഫസി ഈ വചനത്തിലൂടെ റിലീസ് ചെയ്യുകയാണ്. എല്ലാം വിശ്വസിക്കുന്നവർക്കുള്ളത് മാത്രമാണ്. ബൈബിൾ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, ദൈവം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. വിമർശിക്കുന്നവർക്ക് വേണ്ടി ഒന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, രക്ഷ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, നീതീകരണം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, നിത്യത വിശ്വസിക്കുന്നവർക്കുള്ളതാണ്, രോഗസൗഖ്യങ്ങൾ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. എവരിതിങ്.
ഇങ്ങനെ ഇരുട്ടിലിരുന്ന ദേശം, ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു എന്ന് എഴുതിയിട്ടില്ലേ? നിങ്ങൾക്കറിയാമോ, ഗലീല എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനം ഇരുട്ടുപിടിച്ച സ്ഥലം എന്നായിരുന്നു. ഗലീല എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചുള്ള പ്രവാചകന്മാർ പ്രവചിച്ചതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ ഗലീല ഇരുണ്ട ദേശമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവപ്രവൃത്തികൾക്ക് സാധ്യതയില്ലെന്ന് പ്രാർത്ഥിച്ചവര് പോലും പറഞ്ഞ, ജാതികൾ പറഞ്ഞ, സകല മനുഷ്യരും പറഞ്ഞ ഇരുട്ടുപിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരോട് പറയുന്നു, എന്റെ വീടൊരു തകർന്ന വീടാണ്, എന്റെ വീടൊരു ഇരുട്ട് പിടിച്ച വീടാണ്, എന്റെ ജീവിതം ഒരു ഇരുട്ട് പിടിച്ച ജീവിതമാണ്, എന്റെ ജീവിതം ഗലീല പോലൊരു തകർന്ന ജീവിതമാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഈ ആരാധനയിലോ ഓൺലൈൻ സർവീസിലോ ഉണ്ടെങ്കിൽ ആദ്യത്തെ അത്ഭുതം നിന്റെ മേളിലാണ് ഇന്ന് പകൽ കർത്താവ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അതൊന്ന് സ്വീകരിക്കാൻ തയ്യാറായ ആദ്യത്തെ മിറക്കിൾ, the first wonder, first miracle is happening your house. ഞാൻ പറഞ്ഞത് വചനാടിസ്ഥാനത്തിൽ വേദപുസ്തകം അറിയാവുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ജാതികളുടെ പട്ടണമായ ഗലീല എന്ന് വിശേഷിപ്പിച്ച, ഇരുളടഞ്ഞ ദേശമെന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലത്തിലല്ലേ, ആ പട്ടണത്തിലല്ലേ യേശു കർത്താവ് ഫസ്റ്റ് മിറക്കിൾ ചെയ്തത്? കാനാവ് എന്ന് പറയുന്ന സ്ഥലം എവിടെയായിരുന്നു? ഗലീലയിൽ. ആ കാനാവിലെ കല്യാണത്തിലല്ലേ പച്ചവെള്ളം വീഞ്ഞാക്കി കർത്താവ് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തിക്ക് സാധ്യതകളില്ല എന്നും മനുഷ്യനും ഒരുപക്ഷെ പ്രാർത്ഥിച്ചവര് പോലും പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ മേഖലയിലേക്ക് ഇന്ന് പകൽ കർത്താവ് കയറി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടേക്ക് കർത്താവ് കയറി വരാൻ പോവുകയാണ്. പിന്നെ അവിടുന്ന് പോകത്തില്ല. പിന്നെ ആ പട്ടണങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല പ്രവൃത്തികളും. പിന്നെ ആ ഭവനത്തെ വിട്ട് പോകത്തില്ല. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവന്റെ സകല അത്ഭുതങ്ങളും. പ്രതീക്ഷകൾ കൈവിട്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആരെങ്കിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ നിനക്കൊരു പ്രതീക്ഷ കർത്താവ് തരികയാണ്. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. ജാതികളുടെ പട്ടണമായ ഗലീല വലിയൊരു വെളിച്ചം കണ്ടു. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന മാതാവേ, മക്കളുടെ ജീവിതത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, അവരുടെ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയ പിതാവേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ നിന്നോട് പറയുന്നു, എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇരുണ്ടടഞ്ഞു പോയി, എന്റെ കുഞ്ഞ് ഇരുട്ടിലാണ്, എന്റെ മക്കൾ ബന്ധനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, പറയുന്നെങ്കിൽ, ആ മകനെ, ആ മകളെ വലിയൊരു വെളിച്ചമാക്കി മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ യേശുവിന് കഴിയും. ഞാൻ എന്റെ മെസ്സേജിലേക്ക് വരികയാണ്. ദൈവപ്രവൃത്തിക്ക് സാധ്യതയില്ല എന്ന് ലോകം വിധി എഴുതിയ ഗലീലയിൽ യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചു. അതും പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ്. ജനിക്കേണ്ടത് എവിടെയാണ്? ജനിക്കേണ്ടത് എവിടെയാണ്? മീഖായുടെ പ്രവചന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ മീഖ 5:2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇസ്രായേലിന്, ലോക ജനതയ്ക്ക്, മാനവ കുലത്തിന് അധിപതിയായിരിക്കേണ്ടവൻ ഉത്ഭവിച്ചു വരുന്ന സ്ഥലമാണ് ബത്ലഹേം. ഹല്ലേലൂയ. യേശു ബത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് മീഖ പ്രവചിച്ച പ്രവചനമാണ്. യേശുവിന്റെ ജനനം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ ജീവിതം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ മരണം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. യേശുവിന്റെ അടക്കം എല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അടക്കം, അടക്കം. എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല എന്നൊരു പ്രൊഫസി, പ്രവചനം
യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചതാണ്. അവന്റെ അടക്കം സമ്പന്നന്മാരോടുകൂടെയായിരുന്നു എന്നൊരു പ്രവചനം യേശുവിനെ കുറിച്ചുണ്ടായിരുന്നു. കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് ആകാശവും ഈ ഭൂമിയിലുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു മശിഹായെ അടക്കിയത് എവിടെയാണെന്നറിയാവോ? ഒരു മിനിസ്റ്ററിന്റെ, ഒരു മന്ത്രിയുടെ, അന്നത്തെ കാലത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയുടെ, ആരെയും വെച്ചിട്ടില്ലാത്ത പൂന്തോട്ടത്തിനകത്തുള്ള, ഗാർഡനകത്തുള്ള അരുമത്യയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. കാരണം അവിടെ അല്ലാതെ വേറെ എങ്ങും അടക്കാൻ പറ്റുകയില്ല. കാരണം പ്രവചനം കിടക്കുകയാണ്, അവനെ അടക്കിയത് സമ്പന്നന്മാരോടുകൂടെയായിരുന്നെന്ന്. 2, ആ കല്ലറയ്ക്കുള്ള പ്രത്യേകത, അത് മണ്ണിൽ വെട്ടിയ കല്ലറയല്ലായിരുന്നു, അത് കല്ലിനകത്ത് വെട്ടിയ കല്ലറയിലായിരുന്നു. മൺതരികൾ ആ കല്ലറയിൽ ഇല്ലായിരുന്നു. കാരണം എന്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഇന്ന് പകൽ ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്റെ മേളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, കാലങ്ങൾ എത്ര പിന്നിട്ടാലും, കാലഘട്ടങ്ങൾ എത്ര മാറിത്തിരിഞ്ഞാലും, ഇന്ന് പകൽ പറഞ്ഞ വാക്കുകൾ ദൈവം മാറ്റി പറയത്തില്ല. ആ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ജനന, ജീവിത, മരണ, പുനരുത്ഥാനം മുഴുവൻ പ്രവചനങ്ങളാണ്, പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവേ, അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ എൻറ്റയർ ദ ലൈഫ് ഈ ഭൂമിയിൽ തിരസ്കരണങ്ങൾ, തള്ളപ്പെടലുകളായിരുന്നല്ലോ. അപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ എന്നെ അറിയിച്ചത്, മോനെ, നിങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമല്ലേ, ഈ ഭൂമിയിൽ പലരും ജനിച്ച് പ്രായവും പക്വതയായതിനു ശേഷമല്ലേ അവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും ഇവർക്ക് എന്നെ ഇഷ്ടമല്ലെന്നും അവരെന്നെ തള്ളിയെന്നും ഇവരെന്നെ ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ മനസ്സിലായത്. പക്ഷെ എന്റെ പുത്രനില്ലേ, എന്റെ മകൻ, എന്റെ ഏകജാതനായ മകൻ, മറിയത്തിന്റെ ഉദരത്തിന്റെ പരിമിതികളിൽ തുടങ്ങിയതാണ് അവനോടുള്ള തിരസ്കരണങ്ങൾ. വേദപുസ്തകത്തിൽ ലൂക്കോസ് 2:7 പറയുന്നു, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ. ബാക്കി എല്ലാവർക്കും വഴിയമ്പലത്തിൽ ഇടമുണ്ട്. എന്താണ് ഈ വഴിയമ്പലത്തിന്റെ ചരിത്രം? ഈ ജോസഫിന്റെ നാടാണ് ബേത്ലഹേം. ആരുടെ നാട്? ജോസഫിന്റെ നാടാണ്. പക്ഷേ ജോസഫിന്റെ ഇപ്പോഴത്തെ ഭവനവും അന്നത്തെ ഭവനവും ഇപ്പോഴും ഉണ്ട്. ആ വീട് ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്, അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ജോസഫിന്റെ അന്നത്തെ ആ ഭവനവും ജോസഫിന്റെ കാർപ്പന്റർ ഷോപ്പ്, തടിപ്പണിക്കാരനായിരുന്നു. ആ പണിശാലകളെല്ലാം നസ്രയത്തിലായിരുന്നു. ഈ നസ്രയത്തിൽ നിന്ന് 80 മൈൽ ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്. അപ്പോൾ ഈ യാത്രയിൽ, ഈ 80 മൈലുള്ള ഈ യാത്രയിൽ, 80 മൈൽ എന്ന് പറഞ്ഞാൽ 128 കിലോമീറ്റർ ഉണ്ട്. 128 കിലോമീറ്റർ നസ്രയത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക്. ആ യാത്രാമധ്യയിൽ യേശു കർത്താവിന് ജനിക്കുവാനുള്ള സമയമായപ്പോൾ, മറിയത്തിന് കുഞ്ഞിനെ പ്രസവിക്കുവാനുള്ള പെയിൻ തുടങ്ങിയപ്പോൾ, ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പം പല ആളുകളും ലോങ് ജേർണി പോവുകയാണെങ്കിൽ അവര് ഹോട്ടലുകൾ എടുത്ത് താമസിക്കും, എന്നിട്ട് അടുത്ത ദിവസം യാത്ര ചെയ്യും. അന്ന് കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്താവളങ്ങൾ ഉണ്ടായിരുന്നു. ഇടത്താവളങ്ങൾ. ആ ഇടത്താവളങ്ങളിൽ ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നാൽ നിങ്ങളുടെ കാറ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യും, അല്ലേ? അന്നത്തെ അവരുടെ കാറായിരുന്നു കഴുതയും കുതിരയൊക്കെ. അതിനെ അവർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ ഇതുങ്ങളെ എല്ലാം കൂടെ കൊണ്ടുപോയി ആ ഹോട്ടലിൽ, ആ ഇടത്താവളത്തിൽ, ആ വഴിയമ്പലത്തിൽ താമസിക്കാൻ വരുന്നവരുടെ എല്ലാ കാളയും കുതിരയും എല്ലാം കൊണ്ട് ഒന്നിച്ച് കെട്ടിയിടുന്ന ഒരു പ്രത്യേക സൗകര്യം എല്ലാ ഇടത്താവളങ്ങൾക്കും വഴിയമ്പലങ്ങൾക്കും ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. യേശു കർത്താവിനെ പ്രസവിക്കുവാൻ വേണ്ടി മേരിയും ജോസഫും കൂടെ ഈ വഴിയമ്പലത്തിന്റെ വാതിലിൽ മുട്ടി. ആ ഇടത്താവളത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോ അതിന്റെ നടത്തിപ്പുകാരൻ പറഞ്ഞു, ഇതിനകത്ത് ഫുള്ളാണ്. നമ്മൾ പറയത്തില്ലേ, ചില ഹോട്ടലിൽ ചെല്ലുമ്പോൾ റൂം ഒന്നുമില്ല സാറേ, എല്ലാ റൂമും പോയിരിക്കുകയാണ്, there is no rooms. ഇതിനകത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലം പിടിക്കാൻ സമയമില്ല. പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ഈ ഹോട്ടലിൽ, ഈ വഴിയമ്പലത്തിൽ പാർത്തിരിക്കുന്ന പലരുടെയും, യോസഫിന്റെ ഉൾപ്പെടെ, കഴുതയും കുതിരകളെ കെട്ടിയിരിക്കുന്ന ഒരു പശുശാല പോലെ ഒരു ക്രമീകരണം അവിടെ ആ വഴിയമ്പലത്തിനുണ്ട്. അവിടെ യേശുവിനെ കിടത്തി എന്ന് വേദപുസ്തകം പറയുന്നു. എന്റെ മെസ്സേജ് ഇതാണ്: വഴിയമ്പലത്തിനകത്ത് എല്ലാവർക്കും സ്ഥലം ഉണ്ടായിരുന്നു. എന്റെ ചിന്തയിൽ മറിയത്തെയോ ജോസഫിനെയോ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ആ പ്രശ്നം നാട്ടുകാരടിച്ചിറക്കിയ ഒരു കഥയാണ്. ആ കഥ മറിയത്തിന് അനുകൂലമല്ലായിരുന്നു. വിവാഹിതയാകുന്നതിന് മുൻപ്, അവിവാഹിതയായിരുന്നപ്പോൾ, കൂടി വരും മുൻപേ അവൾ ഗർഭവതിയായി. ഒരു സ്ത്രീ ഗർഭവതിയായാൽ 8 മാസം 9 മാസം 7 മാസം ഒക്കെ കഴിയുമ്പോൾ പറയണ്ട, കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ലോക സഹജമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാട്ടുകാരുടെ ഇടയുടെ എല്ലാം ഒരു കുശുകുശുപ്പ്. എന്തിനേറെ പറയുന്നു, സ്വപ്നത്തിൽ മറിയത്തിന്റെ ഭർത്താവായ യേശുവിന്റെ വളർത്തച്ഛനായ ജോസഫിനോട് സ്വപ്നത്തിൽ വന്ന് ദൂതൻ, മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാ പുള്ളി ഡിവോഴ്സ് ചെയ്യാന്. അങ്ങനെയുണ്ട് ബൈബിളിൽ വാക്യം, മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഈ വഴിയമ്പലത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോ അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ് ഈ മുട്ടുന്നത്. അധികാരമോ പദവിയോ കൂടുതൽ പണമോ ഹുങ്കോ ഒക്കെ ഉള്ളവർക്ക് എവിടെ ഇന്ന് സ്ഥാനമുണ്ടല്ലോ. റൂമില്ലെങ്കിൽ ഒരു റൂം ഉണ്ടാക്കും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. റൂമില്ലെങ്കിലും നിലവിലുള്ളവനെ, അവിടെ നേരത്തെ ബുക്ക് ചെയ്തവനെ വിളിച്ചു പറഞ്ഞ് അവനെ ക്യാൻസൽ ചെയ്തിട്ട് ഈ പുള്ളിയെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യിക്കും. പക്ഷെ യേശു കർത്താവിന്, മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിക്കാൻ വഴിയമ്പലത്തിൽ ഇടം കൊടുക്കാതെ, വഴിയമ്പലക്കാർ സ്ഥലമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുന്ന ആ രംഗമുണ്ടല്ലോ, മനസ്സിലാക്കണം. ഒരു സമൂഹം അവനെ തള്ളുകയാണ്. ഒരു സമൂഹം അവനെ റിജക്ട് ചെയ്യുകയാണ്. പുറത്തു വന്നിട്ടില്ല, ആള് ജനിച്ചിട്ടില്ല. വയറ്റിൽ വെച്ച് തന്നെ അവന് ഇടം കൊടുക്കാതെ ഒരു സമൂഹം അവനെ റിജക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കുറച്ച് സമയം, പിന്നെ അങ്ങ് റിവൈവൽ ആയിക്കോളും. നമ്മുടെ റിവൈവൽ എന്തോ നമുക്കറിയാലോ. 2-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വരണം. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. പെട്ടെന്ന് ജോസഫിന് വീണ്ടും എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ഈ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ അന്വേഷണം നടത്തുന്നുണ്ട്. ജനിച്ച സ്ഥലത്ത് വളർന്ന സഹോദരങ്ങളൊക്കെ ഒന്ന് കൈ ഉയർത്തി. ഞാൻ ജനിച്ചെടുത്ത് തന്നെ ഞാൻ വളർന്നേന്നുള്ളത് ഒരു 3 വയസ്സ് വരെയെങ്കിലും ഒന്ന് കൈ പൊക്കിയരാ. ഒന്ന് ഞാൻ ജനിച്ചെടുത്ത് തന്നെ വളർന്നേന്നുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവ് ജനിച്ച് ദിവസങ്ങൾ
മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപേ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുകയാണ്, പെട്ടെന്ന് കുഞ്ഞുമായിട്ട് സ്ഥലം വിടണം, ഈ സ്ഥലത്തുനിന്ന് പോണം, ഈജിപ്തിലേക്ക് പോണം. ഇന്നത്തെ പോലല്ല, അന്ന് ട്രെയിൻ ബുക്ക് ചെയ്യാനോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പെട്ടെന്ന് പോകാൻ പറ്റുകയില്ല. ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും ദൂരം. ഇസ്രായേലിൽ നിന്ന്, ഇസ്രായേൽ ഒരു രാജ്യമാണ്, ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്രൈം, അത് വേറൊരു രാജ്യമാണ്. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് അന്നത്തെ കാലത്ത് പോകണമെങ്കിൽ വാഹന മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ, കഴുതയോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറിയത്തെയും കൂട്ടിക്കൊണ്ട്, സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ എടുത്ത് മറിയത്തിന്റെ കയ്യിൽ കൊടുത്ത്, എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ അങ്ങ് ഇമാജിൻ ചെയ്യാം, ഞാനത് എങ്ങനെ ചെയ്യുള്ളൂ. മറിയത്തെയും കുഞ്ഞിനെയും കഴുതപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് യോസഫ് നടക്കുകയാണ്. ആ നടത്തം തിരസ്കരണത്തിന്റെ ഒരു നടത്തമല്ലേ? ജനിച്ചെടുത്ത് വളരാൻ പറ്റാതെ ജന്മദേശം റിജക്ട് ചെയ്യുന്ന കണ്ടോ? പ്രസവിക്കാൻ ഇടം കൊടുക്കാതെ സമൂഹം റിജക്ട് ചെയ്ത കണ്ടോ? ശ്രദ്ധിക്കുന്നു നിങ്ങൾ? ഹല്ലേലൂയ. പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് സ്നാപക യോഹന്നാനോടുള്ള ബന്ധത്തിലാണ്. സമയപരിമിതികൾ കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. വരാനുള്ളവൻ, യോഹന്നാൻ എന്താ ചോദിച്ചേ? വരാനുള്ളവൻ നീയോ, അതോ മറ്റാർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണമോ? നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുന്നവർ ഇത് മനസ്സിലാക്കട്ടെ. യേശു ക്രിസ്തു ആര് എന്നുള്ളത് ഈ ലോകത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു. അവൻ തച്ചന്റെ മകനല്ലയോ? അവൻ ജോസഫിന്റെ മകനല്ലയോ? അവൻ നസ്രയത്തുകാരനല്ലയോ? ഇവൻ എങ്ങനെയാ ജനിച്ചത്? ഇവൻ എവിടുത്തുകാരനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എല്ലാവരുടെയും അകത്തിരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാൻ യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തോട്, അന്നത്തെ കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ യോർദാനിൽ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് സെപ്പറേറ്റ് ചെയ്ത് പതിരിനെ തീക്കകത്തേക്ക് അവൻ തള്ളിക്കളയും. ഞാൻ ചോദിക്കട്ടെ, ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ ആരാ? ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തേ മോനെ. ഹല്ലേലൂയ. വചനം കേൾക്കുന്നുണ്ടോ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് ലോകത്തോട് യേശുവിനെ കുറിച്ച് ആദ്യം വിളിച്ചു പറഞ്ഞാരാ? സ്നാപക യോഹന്നാൻ. ഇതേ യോഹന്നാനെ ഹെരോദാവ് കാരാഗ്രഹത്തിലാക്കി, തടവറയിലാക്കി, പ്രതികൂലത്തിലൂടെ പോയി, ഈ പുള്ളി പ്രശ്നത്തിലൂടെ പോയി, പ്രതിസന്ധിയിലൂടെ പോയി, മരണത്തെ മുന്നിൽ കണ്ടു. ഉടനെ ഈ മനുഷ്യൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആളയപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, പുള്ളിയോടൊന്ന് പോയി ചോദിക്ക്, ആ യേശു എന്ന് പറഞ്ഞില്ലേ, ഞാൻ സ്നാനപ്പെടുത്തിയ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സ്നാനപ്പെടുത്തിയ പുള്ളിയില്ലേ, പുള്ളിയോടൊന്ന് പോയി ചോദിച്ചേച്ചു വാ, വരാനുള്ളവൻ പുള്ളി തന്നെ ആയിരുന്നു എന്ന്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വരാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം? അപ്പോ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാനും യേശുവിനെ തള്ളി. ശരിക്കും തള്ളിയല്ലേ? ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പൊതുവായി വിളിച്ചു പറഞ്ഞ കശി, പിന്നൊരു കാലഘട്ടത്തിൽ അങ്ങാര് അഭിഷിക്തനൊന്നും അല്ല എന്ന് പറയുന്നത് പുള്ളിയെ തള്ളിയല്ലേ? ഇങ്ങനൊക്കെ പറഞ്ഞാലേ ഇവിടെ ആളുകൾക്ക് ബോധം വരും. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നത് ആണോ? ആണോ? പക്ഷേ 21-ാം വാക്യത്തിൽ യേശു അതിന് ഉത്തരം പറഞ്ഞു. എന്നാന്നറിയോ? ആ നാഴികയിൽ ഈ സംശയരോഗികൾ അവിടെ വന്ന് പറഞ്ഞ ഈ സംശയരോഗികൾ, ഉറക്കെ പറയണം, ഈ സംശയരോഗികൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ നാഴികയിൽ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടെ നിന്ന ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച എല്ലാത്തിനെ കുരുടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാർ കണ്ണുറന്ന് കണ്ടോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, കുരുടന്റെ കണ്ണങ്ങ് തുറന്നു. ചെകിടന്മാരെല്ലാം ഇനി വരാൻ പറഞ്ഞു. ചെകിടന്മാരെ മുന്നിൽ കൊണ്ടുവന്നു, കൈവച്ച് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ചെകിടന്മാരുടെ ചെവിയെല്ലാം തുറന്നു. അല്ലാതെ നീ വരാനുള്ളവനോ നീ അഭിഷിക്തനോ എന്ന് ചോദിച്ചപ്പം ഇവന്മാര് വിമർശിക്കുകയാണല്ലോ, പണി നിർത്തിയേക്കാം എന്നല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അത് മാത്രമല്ല കർത്താവ് ചെയ്തത്. 22-ാമത്തെ വാക്യത്തിൽ ഇവരോട് പറഞ്ഞു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്ക്. വല്ലോടത്തും ഇരുന്ന് വല്ലതും പറയാതെ നീ വന്ന് അനുഭവിക്ക്. ഓ, ഒന്ന് കരമടിച്ച് വല്ലോടത്തും ഇരുന്ന് വല്ലോ പറയാതെ നീ ഇതൊന്ന് അനുഭവിക്ക്. ഇത് യോഹന്നാനെ ചെന്ന് അറിയിക്ക്. കാരണം പുള്ളിയുടെ തെറ്റല്ല. പുള്ളിക്ക് ജയിലിൽ കാണാൻ ലൈവില്ല, ആരും മിണ്ടുന്നില്ലല്ലോ. പുള്ളിക്ക് വീട്ടിലിരുന്ന് കാണാൻ ലൈവില്ല. പുള്ളി ഇതൊന്നും അറിയുന്നില്ല. സ്തോത്രം. നമ്മള് ഒന്നും അറിയത്തില്ലെങ്കിൽ, നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിവോ ബോധ്യമോ ഇല്ലെങ്കിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും 2 തവണ ഒന്ന് ചിന്തിച്ചിട്ട് പറയാൻ നല്ലതായിരിക്കും. അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? എന്നിട്ട് 23-ാമത്തെ വാക്യത്തിലാണ് ഈ മെസ്സേജുമായിട്ട് ഇത് കണക്ട് ആകുന്നത്. യേശു പറഞ്ഞു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ. അപ്പൊ യോഹന്നാൻ എന്തു പറ്റി? ആരാ യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞത്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞത്. പക്ഷെ പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ പുള്ളിയും സംശയിച്ചു പോയി, പുള്ളിയും തെറ്റിദ്ധരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, പിശാച് ഒരിക്കലും നമ്മുടെ ലൈഫിനെ ആ നിലയിൽ കൊണ്ടുപോകരുത്, ഇടറിപ്പോകരുത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും ഉറച്ചു നിൽക്കണം. ഒന്ന് കൈകൾ അടിച്ചത്. വിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയിലും. ആദ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടുവാനിടയാകും. ഏറ്റവും അവസാനം വരെയും. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സംഭവമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഹെരോദാവിനെ വിറപ്പിച്ചവനായിരുന്നു, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവനായിരുന്നു എന്നൊന്നും പറയുന്നതിലല്ല കാര്യം. നിന്റെ ഊർജ്ജശ്വാസം പോകുന്നത് വരെയും, നീ ഈ ഭൂമിയിൽ നിൽക്കുന്ന അവസാന നിമിഷം വരെയും കർത്താവിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തിന്റെ കൃപയിൽ തെല്ലും ഇടറിപ്പോകാതെ അഭിഷേകത്തിൽ, ആത്മനിറവിൽ നിലനിൽക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സഭയോട്, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ആലോചന അറിയിക്കുകയാണ്. നിങ്ങൾ ആ സീൻ, ആ രംഗം നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ടേ. വരാനുള്ളവൻ
നീ തന്നെയാണോ? അതോ ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ? ഞങ്ങളോട് ഇത് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ വിട്ടതാണ്. കർത്താവ് ആ സ്നാപക യോഹന്നാൻ ഇടറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇടറിപ്പോകുന്നവൻ അങ്ങ് പോട്ടെന്നല്ല, അവൻ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പോട്ടിൽ നിന്ന് അന്ധനെയും കുരുടനെയും ചെകിടനെയും എല്ലാം വിളിച്ച് കർത്താവ് ഹീൽ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഈ കാണുകയും ഈ കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കണം. കാരണം ഒരൊറ്റ വ്യക്തി പോലും സംശയിച്ച് തെറ്റിദ്ധരിച്ച് വിശ്വാസത്തിൽ നിന്ന് പോകരുത്. തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ സാത്താന്റെ ദൂതനുണ്ട് ഇവിടെ, തെറ്റിദ്ധരിപ്പിക്കാൻ അശുദ്ധാത്മാക്കൾ ഉണ്ട് ഇവിടെ. പക്ഷേ അതിന്റെ നടുവിൽ ഏറ്റുപറഞ്ഞ വിശ്വാസവും ഏറ്റെടുത്ത ദൈവകൃപയും പ്രാപിച്ച അഭിഷേകവും വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ആ കൃപയുടെ വാക്കുകളും നിലനിർത്തണം. ഹല്ലേലൂയ. ജനിക്കുവാൻ ഇടം കൊടുക്കാതെ സമൂഹം തള്ളി, ജനിച്ചെടുത്ത് വളരാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളി. അവനെക്കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാനും അവങ്കൽ ഇടറിപ്പോയി, അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട്, മനസ്സുകൊണ്ട് റിജക്ട് ചെയ്തു. താങ്ക് യു ലോർഡ് ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. അത് യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഈ കടിഞ്ഞൂലായ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും ആലയത്തിൽ കൊണ്ടുചെന്ന് പ്രതിഷ്ഠിക്കണം എന്നൊരു നിയമം അല്ലെങ്കിൽ ഒരു ന്യായപ്രമാണ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മറിയയും ജോസഫും കൂടെ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് പോയി. ആ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ അവിടെയും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ, ഈ ഒരു ആൺകുഞ്ഞിനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ യാഗമാക്കണം എന്നുണ്ട്. ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ അന്ന് വ്യവസ്ഥകളാണ്. ഇന്നാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ നിൽക്കുന്നത്, കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നത്. അന്ന് മുഴുവൻ നിയമങ്ങളാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുറുപ്രാവിന്റെ കുഞ്ഞുങ്ങളെങ്കിലും കൈ വേണം. ഇങ്ങനെയാണ് അതിന്റെ ബിബ്ലിക്കൽ ബേസ്. വായിപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് എൻ്റെ മൊത്തവും റെഫറൻസ് എഴുതി വെച്ചിരിക്കുക. അതൊക്കെ വായിക്കാൻ പോയി ഒത്തിരി സമയം മുന്നോട്ട് പോകും. വലിയ സമ്പന്നന്മാരാണെങ്കിൽ, സമ്പന്നതകളുള്ളവരാണെങ്കിൽ അവരുടെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ പോകുമ്പം ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാവിനെയും ഒക്കെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കും. ഈ ദാവീദ് ശലോമോനെ പ്രതിഷ്ഠിച്ചപ്പോഴേ, കേൾക്കുന്നുണ്ടോ? ദാവീദ് ശലോമോനെ പ്രതിഷ്ഠിച്ചപ്പോൾ, ദാവീദ് ആരായിരുന്നു അന്ന്? പഞ്ചായത്ത് പ്രസിഡന്റോ? എന്ത് പറഞ്ഞേ? ദാവീദ് രാജാവ്. ദാവീദ് ശലോമോനെ പ്രതിഷ്ഠിച്ചപ്പോൾ കെദ്രോൺ തോട്, ഈ ജെറുസലേം ദേവാലയത്തിന്റെ പിന്നിലൂടെ ഒഴുകുന്ന ഒരു തോടാണ് കെദ്രോൺ തോട്. ഈ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ രക്തവും വേസ്റ്റും ഒക്കെ ഈ തോട് വഴി ഒഴുകിപ്പോവും. ചരിത്രം അങ്ങനെയാ പറയുന്നത്. ശലോമോനെ ദാവീദ് പള്ളിയിൽ ആലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പം കെദ്രോൺ തോട് രക്തമായി മാറിയെന്നാ പറയുന്നത്. ഇതിൽ അത്രമാത്രം കാളക്കിടാവിനെയും, കിങ് അല്ലേ, രാജാവിന്റെ മകനല്ലേ, അത്രമാത്രം കാളക്കിടാവിനെയും ആട്ടുകൊറ്റനെയും ഒക്കെ അവന് വേണ്ടി ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചു. പക്ഷേ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായ എൻ്റെ യേശു കർത്താവിനെ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ മറിയത്തിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്നറിയാവോ? 2 കുറുപ്രാവിന്റെ കുഞ്ഞുങ്ങൾ. വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 24-ാം വാക്യം. അവനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരിണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കാനും അവർ അവനെ
യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? ഉറങ്ങുന്ന മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഭയങ്കര ഒരു ആഴമേറിയ റെവലേഷനാണ്. മറിയത്തിന്റെ കയ്യിൽ, നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണണം. മറിയത്തിന്റെ കയ്യിൽ യേശു കർത്താവുണ്ട്. ജോസഫിന്റെ കയ്യിൽ, can you please imagine that? ജോസഫിന്റെ കയ്യിൽ കുറുപ്രാവിന്റെ പ്രാക്കുഞ്ഞുങ്ങളുണ്ട്. സമ്പന്നന്മാരോടൊപ്പം നിൽക്കാൻ ആട്ടുകൊറ്റന്മാർ കയ്യിലില്ല, കളക്കിടാങ്ങൾ കയ്യിലില്ല. കുറുപ്രാവിന്റെ കുഞ്ഞുങ്ങളുമായി കയറി പോവുകയാണ്. നിങ്ങൾക്കറിയാമോ മറിയത്തിന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞില്ലേ, ഒരിക്കൽ ആ കുഞ്ഞ്, അന്ന് കുഞ്ഞല്ല, യഹോവയായ ദൈവം let there be light, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാക്കി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഈ തോളിൽ കിടക്കുന്നത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഈ തോളിൽ കിടക്കുന്നത്. ആ കുഞ്ഞിന്റെ കുഞ്ഞിനാവെന്ന് അനക്കി, ആ തോളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കുഞ്ഞിനാവെന്ന് അനക്കി, ഒന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആട്ടുകൊറ്റന്മാരും കാളക്കിടാങ്ങളും നിരക്കും അവിടെ. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാനും നിങ്ങളും സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നു. ഒന്ന് കരമടിച്ച്, ഞാനും നിങ്ങൾ സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ മറുഭാഗത്ത് വിശ്വസിക്കുന്നവരോടൊരു മെസ്സേജ് ഞാൻ പറയാം. സമ്പന്നന്മാരോട് കൂടെ നിൽക്കുവാൻ നിനക്ക് കാളക്കിടാവില്ലെങ്കിലും, പണക്കാരുടെ കൂടെ നിൽക്കാൻ നിനക്ക് കാട്ടുകൊറ്റന്മാരില്ലെങ്കിലും, നിന്റെ തോളിൽ കിടക്കുന്ന ഈ കുഞ്ഞില്ലേ, നിനക്കത് ഇനഫാണ്. ആരുടെ കയ്യിലും ഇല്ലത്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് നിന്റെ അകത്തുണ്ടോ? സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ നിന്റെ ആത്മമനുഷ്യനിൽ ജനിച്ചിട്ടുണ്ടോ? അത് ഇനഫാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയണം, യേശു അകത്തുള്ളവൻ വേറെ ഒന്നുമായി കമ്പയർ ചെയ്യരുത്. പറയണം, യേശു. ഒന്ന് രണ്ട് പേരോട് പറയണം, പറയാത്തവരെ പ്രത്യേകം സൂക്ഷിച്ചോണം. യേശു അകത്തുള്ളവൻ വേറെ ഒന്നുമായി ആരെയും കമ്പയർ ചെയ്യരുത്. ശരിയല്ലേ? ശരിയാണോ? രാജാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ആട്ടുകൊറ്റനോ കാളക്കിടാവോ മറിയത്തിന്റെ കയ്യിൽ ഇല്ലെങ്കിലും, ജോസഫിന്റെ കയ്യിൽ കുറുപ്രാവിന്റെ കുഞ്ഞെ ഉള്ളെങ്കിലും, അവിടെ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പോലൊരു കുഞ്ഞാണോ മറിയമേ നിന്റെ കയ്യിൽ ഇരിക്കുന്നേ? കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് അന്ധന്റെ കണ്ണ് തുറക്കേണ്ടവൻ, ചെകിടന്റെ ചെവിയെ കേൾപ്പിക്കേണ്ടവൻ, ഊമരെ സംസാരിപ്പിക്കേണ്ടവൻ, മരിച്ചവരെ ഉയർപ്പിക്കേണ്ടവൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കേണ്ടവൻ, മാനവകുലത്തെ മുഴുവനും തന്റെ രക്തത്താൽ വിമോചിപ്പിക്കേണ്ടവൻ. എന്തിനേറെ പറയുന്നു, ആമേൻ, ആദം തുടങ്ങി സകല പഴയ നിയമ വിശുദ്ധന്മാരെയും പാതാളത്തിനകത്തു പോയി ഉദ്ധരിച്ചു പുറത്തു കൊണ്ടുവരണവൻ. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞു ഉപദേശി ചങ്കത്ത് തട്ടിപ്പാടിയത്. ഹല്ലേലൂയ. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്ത്. കർത്താവിനെ അറിയുന്നവനെ കർത്താവ് അനുഗ്രഹിക്കൂ, ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. നന്മ വരും, ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. ബൈബിൾ പറയുന്നു, അവൻ എന്നെ മനുഷ്യരെ തലയിലൂടെ കയറി ഓടിക്കുമാറാക്കി, എങ്കിലും അവൻ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം വർദ്ധിച്ചു, അവരുടെ കന്നുകാലികളൊന്നും കുറഞ്ഞു പോയില്ല. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ദൈവം അനുഗ്രഹിക്കും, ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമ്പത്തല്ല യഥാർത്ഥ സമ്പത്ത്. അത് ഈ ഭൂമിയിൽ തന്ന താൽക്കാലിക സമ്പത്താണ്. പക്ഷെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ധനം യേശുവാണ്. ഹല്ലേലൂയ. ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ, യേശു എന്റെ സമ്പത്താന്നുള്ളവർ.
ശബ്ദമുയർത്തി പാടിയേ. ഇരുന്നാ മതി, എഴുന്നേക്കാൻ പറഞ്ഞില്ല. കൈ ഉയർത്തി. ഓ എന്റെ സമ്പത്തെന്നു യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെല്ലുയർത്തവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വെല്ലുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു നിങ്ങൾ മാത്രം ഒന്ന് പാടി. ഈ ഇമ്മാനുവേൽ ബ്രദർ പാടുമ്പോ ഇവരാരും പാടുന്നില്ല ദൈവാസനെ. എല്ലാവരും ഒന്ന് പാടി. എന്റെ അത് ശരിയാണെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഈ ചില ആളുകള് ഭയങ്കര വിഷമത്തോടെ പറയുന്ന എങ്ങനെയുണ്ട്, ബ്രദറെ എനിക്ക് യേശു മാത്രമേ ഉള്ളെന്ന്. എനിക്ക് ബ്രദറെ ഭയങ്കര കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്, എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളെന്ന്. എന്റെ ചോദ്യം വേറെ ആര് വേണമെന്നുള്ളതാണ്. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യേശു നിനക്ക് സമ്പത്തായി ഉണ്ടെങ്കിൽ, മക്കളെ, നിങ്ങളുടെ മക്കളുമാർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് ഇതായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്പത്ത് ഇതായിരിക്കണം. എന്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്ന സമ്പത്ത് ഇതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സമ്പത്ത് തലമുറകളായി, ജനറേഷൻ ബൈ ജനറേഷനായി അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. മറിയയും ജോസഫും കൂടെ ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ, സമർപ്പിക്കുവാൻ ജെറുസലേം ദേവാലയത്തിൽ എത്തിയപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ ശിമയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനും പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ കാത്തിരുന്നവനായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മശിഹായെ കാണാതെ, ക്രിസ്തു യേശുവിനെ കാണാതെ മരിക്കത്തില്ല നീ എന്നൊരു പ്രവചനം പുള്ളിയുടെ മേളിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കണം, യഹൂദന്മാരെല്ലാം തന്നെ, എല്ലാ ഇസ്രായേൽ ജനതയും വർഷങ്ങളായി ഈ പ്രവചനം വീണത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. ആദം ഹൗവ തുടങ്ങി ഈ വീണ്ടെടുപ്പുകാരനെ, ഈ രക്ഷകനെ വെയിറ്റ് ചെയ്യുകയാണ്. ആദം ഹൗവ തുടങ്ങി ഇങ്ങോട്ട്, നോഹ തുടങ്ങി ഇങ്ങോട്ട്, മുഴുവൻ ആളുകളും ഈ രക്ഷകനെ, വീണ്ടെടുപ്പുകാരനെ വെയിറ്റ് ചെയ്യുകയാണ്. സകല പ്രവാചകന്മാരും, ഏലിയാവും മോശയും സകലമായ ആളുകളും കർത്താവിനെ കാത്തിരുന്നവരാണ്, ദാവീദും എല്ലാം. പക്ഷേ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പച്ചനോട്, ദീർഘനാളുകളായി ആലയം വിട്ടു പിരിയാതിരുന്ന ഒരു പിതാവിനോട് ദൈവാത്മാവ് പറഞ്ഞിരുന്നു, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് നീ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവിൽ അവൻ അരുളപ്പാട് ഉണ്ടായി എന്ന് അവിടെ 26 പറയുമ്പോൾ 25 എഴുതിയിട്ടുണ്ട്, അവന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെന്ന്.
ആ പരിശുദ്ധാത്മാവുള്ളവനാണ് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടാകുന്നത്. അവൻ നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസകനായി കാത്തിരുന്നവനായിരുന്നു. ഈ ശിമയോൻ ദേവാലയത്തിലാണ് കാത്തിരുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഇപ്പൊ കൃത്യമായി മറിയയും ജോസഫും കൂടെ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കാൻ അവിടേക്ക് കൊണ്ട് കയറി ചെല്ലുകയാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ശിമയോൻ വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്. ഒരു പക്ഷേ പുറമേയുള്ള കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ടാകും, സ്കിന്ന് മുഖം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാകും, വർഷങ്ങളായി പള്ളിക്കകത്തിരിക്കുകയാണ്. പുള്ളി ഈ മനുഷ്യൻ എങ്ങനെ അറിഞ്ഞു യേശുവിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്? മശിഹായെ, ഇസ്രായേലിന്റെ ആശ്വാസകനെ, വീണ്ടെടുപ്പുകാരനെ ഈ പള്ളിക്കകത്ത് ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഈ അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? എനിക്ക് വല്ലതും കേൾക്കുന്നുണ്ടോ? എങ്ങനെ അറിഞ്ഞു ഈ അപ്പച്ചൻ? ഈ 1 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് താഴെയുള്ള ഒരുമാതിരിപ്പെട്ട പിള്ളേരെ എല്ലാം കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പം ഈ പ്രതിഷ്ഠാ ദിവസമാണത്. നിങ്ങൾ ചിന്തിക്കരുത് ഒരു കൊച്ചിനെ മാത്രം വന്ന് പ്രതിഷ്ഠിക്കുന്നതെന്ന്. ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ അപ്പച്ചൻ എങ്ങനെ അറിഞ്ഞു? മറിയം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നോ അപ്പച്ചന് ഇന്ന് യേശുവിനെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവരുന്നതെന്ന്? പിന്നെ പുള്ളി എങ്ങനെ അറിഞ്ഞു? അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ എങ്ങനെ അറിഞ്ഞു? ലിസൺ, ഇത് ലോക മനുഷ്യന് പിടികിട്ടുന്നതല്ല. ആത്മതലങ്ങൾ എപ്പോഴും ആത്മാവുള്ളവന് പിടികിട്ടുന്നതാണ്. അല്ലാത്തവൻ ഇത് ഭോഷത്വമാണ്. ഈ മനുഷ്യന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കർത്താവിനെയും കൊണ്ട് ഈ പള്ളിക്കകത്ത് കയറിയതും പുള്ളിക്കത് ഫീൽ ചെയ്തു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഉള്ളിലുള്ള ദൈവജനമേ, കർത്താവിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന വിശ്വാസിയെ, ഇതൊരു അനുഭവമാണ്. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് ഫീൽ ചെയ്തു, പുള്ളിക്ക് ബോധ്യായി. എന്നിട്ട് കൃത്യമായി നടക്കുകയാണ്. നിങ്ങളിത് ഇമാജിൻ ചെയ്യണം. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുന്നില്ല, ഓരോ കൊച്ചുങ്ങളുടെ അടുക്കലും ഓരോ അപ്പന്റെ അമ്മയുടെ അടുക്കലും പോയി ചോദിക്കുന്നില്ല, മശിഹായായി പരിശുദ്ധാത്മാവിൽ ജനിച്ച കൊച്ചാണോ ഇത്? എനിക്കങ്ങനെ ഒരു ദൂതുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൊച്ചിനെ കാണുമെന്ന്. ഇതാണോ? ഇതല്ല. ഇതാണോ? ഇതല്ല. ഈ കുഞ്ഞാണോ? ഇങ്ങനെ ഒന്നും പുള്ളിക്ക് ചോദിക്കേണ്ടി വന്നില്ല. പുള്ളിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. കൃത്യമായി. അതാണ് 27-ാം വാക്യം പറയുന്നത്, അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. ഇന്ന് പകൽ ആത്മാവുള്ളവന് മാത്രം ചില നിയോഗങ്ങളെ ദൈവം ഇതിൽ കൽപ്പിക്കുകയാണ്. നിന്റെ മേളിൽ ചില നിയോഗങ്ങളെ ഇന്ന് പകൽ ദൈവം ഇടുകയാണ്. ലക്ഷ്യം തെറ്റാത്ത നിയോഗങ്ങൾ, റൂട്ട് തെറ്റാത്ത നിയോഗങ്ങൾ, കൃത്യമായ നിയോഗങ്ങൾ. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോ. കൃത്യമായ നിയോഗങ്ങൾ നിന്നെ ഒരു റോങ് പ്ലേസിലേക്ക് വിടത്തില്ല. നിങ്ങളെ ഒരു റോങ് കണക്ഷനിലേക്ക് വിടത്തില്ല. നിന്നെ ഒരു റോങ് സൈറ്റിലേക്ക് വിടത്തില്ല. ആത്മാവ് നിന്നെ നിയോഗിച്ചാൽ, ആത്മനിയോഗത്തിൽ നീ സഞ്ചരിച്ചാൽ, നീ ചെന്നെത്തുന്നത് കൃത്യസ്ഥലത്തായിരിക്കും.
28-ാം വാക്യം പറയുന്നു, ഈ ശിമയോൻ മക്കളെ, ഇത് കൺഫ്യൂഷൻ ഇല്ല. കൺഫ്യൂസ്ഡ് ആക്കുന്നത് ഹോളി സ്പിരിറ്റ് അല്ല. ഹോളി സ്പിരിറ്റ് കൃത്യമായും ഡയറക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. വാ തുറന്ന് പറഞ്ഞ്, തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൈവമല്ല, പിശാചാണ്. ഒരു തെറ്റിദ്ധാരണയില്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. കൃത്യമായി ശിമയോൻ മറിയത്തിന്റെ ജോസഫിന്റെ അടുക്കലെത്തി. ആ കൊച്ചിനെ മേടിച്ചു. അതാ അവിടെ എഴുതിയിരിക്കുന്ന 28-ാം വാക്യത്തിൽ, അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി 29-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ, എന്റെ കാതിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ, എന്റെ കാതിൽ ഞാൻ കേട്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ. ഈ 2025-ൽ നിന്റെ കാതിൽ കേൾപ്പിച്ചതിനെ നിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവം കാണിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? നിന്നോട് ദൈവം അറിയിച്ച അരുളപ്പാടുകളെ, ദൈവം നിന്നോട് അറിയിച്ച വാഗ്ദത്തങ്ങളെ, എന്നെ കാണുന്ന ദൈവത്തിന്റെ ദാസനെ, എന്നെ കാണുന്ന സഹോദര, എന്നെ കാണുന്ന സഹോദരി, നിന്നോട്, നിന്റെ തലമുറയോട്, സഭയോട്, കുടുംബത്തോട്, ശുശ്രൂഷയോട് പരിശുദ്ധാത്മാവ് തന്റെ പ്രവാചകന്മാരിലൂടെയും തന്റെ ദാസന്മാരിലൂടെയും തന്റെ വചനത്തിലൂടെയും അറിയിച്ച ദൈവത്തിന്റെ ഇടപെടലുകളെ നിന്റെ കണ്ണുകൾ കൊണ്ടവൻ കാണിക്കും, നിന്റെ കരത്തിൽ അവൻ ഏൽപ്പിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശിമയോനെ, നീ ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തമാണ്. ശിമയോനെ, നീ ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നിന്റെ കാതിൽ നീ കേട്ട വാഗ്ദത്തമാണ്. നിന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് എഴുതിയിട്ടില്ലേ? നിന്റെ കണ്ണ് കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എന്റെ ആത്മാവ് നിന്റെ കാതിൽ കേൾപ്പിച്ചതാണ്. ഇന്ന് പകൽക്കാലം എത്ര കഴിഞ്ഞാലും, വർഷം എത്ര കഴിഞ്ഞാലും, ഞാൻ ഇങ്ങനെ ചിലരോട് പറയുന്നു, നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ മേലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളെയും, നിന്റെ തലമുറയുടെ മുകളിലുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളെയും ദൈവം നിവർത്തിക്കും. അടിസ്ഥാനമിട്ടവൻ പണി പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അടിസ്ഥാനമിട്ടവൻ. ഓ, ദൈവശക്തി വ്യാപരിക്കുകയാണ് ഈ ആലയത്തിൽ. ദൈവശക്തി വ്യാപരിക്കുകയാണ് ഈ ആലയത്തിൽ. ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇതിന് പുറത്തിരിക്കുന്നവർ, ഇതിനകത്തിരിക്കുന്നവർ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ദൂതുകൾ, ആലോചനകൾ നിറപടിയായി അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ. അശുദ്ധാത്മാക്കൾ വെളിയെ പോകട്ടെ. അശുദ്ധയാവി വെളിയെ പോ യേശുവിൻ നാമത്തിൽ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. മക്കളെ, ദൈവം നിനക്ക് തലമുറയെ തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? മക്കളില്ലാത്ത ദമ്പതികൾ ഇതിലിരിപ്പുണ്ടോ? മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ ഇതിലിരിപ്പുണ്ടോ? ഇന്ന് പകൽ ദൈവം നിന്നെ അറിയിക്കുന്നു, നിനക്ക് തലമുറകളെ നൽകി കർത്താവ് നിന്നെ മാനിക്കും. ശിമയോനെ, നിനക്ക് പ്രായം എത്രയുണ്ടെങ്കിലും, നിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞാലും, നിന്റെ ചെവിയുടെ കേൾവി കുറഞ്ഞാലും, നിന്റെ മുഖം ചുക്കിച്ചുളിഞ്ഞാലും, നിന്നോട് ഞാൻ അറിയിച്ചതിനെ, നിന്റെ കാതിൽ ഞാൻ കേൾപ്പിച്ചതിനെ ഞാൻ
നിന്നെ കാണിച്ചിരിക്കും. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ആ വാക്ക് മാത്രം ലൂക്കോസ് 2:32 മാത്രം ഒന്ന് ടി വിയിലേക്ക് നോക്കുവോ, ബൈബിളിലേക്ക് നോക്കുവോ ചെയ്യാമോ? എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണുകൾ കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ല, മഹത്വം എൻ്റെ യേശുവിന്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരോടും ഞാൻ പറയുന്നു, രാത്രിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ, ബൈബിൾ തുറന്നപ്പോ, ബൈബിളിലോട്ട് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീണപ്പോ, അതിനകത്തുനിന്നൊരു വാക്യം നിന്റെ ഹൃദയത്തിൽ ദൈവം തന്നു. അതിങ്ങനെ വരയിട്ട് വെച്ചു, അല്ലെങ്കിൽ എഴുതി വെച്ചു, നോട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാരിലൂടെ, തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. ഇത് ഹൃദയത്തിൽ കോറിയിട്ട് വെച്ചു. പക്ഷെ സാഹചര്യം നോക്കുമ്പോൾ ഇത് നടക്കാനൊരു സാധ്യതയില്ല. അവസ്ഥ നോക്കിയാൽ ഇത് സംഭവിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു സാധ്യതകളും ഞാൻ കാണുന്നില്ല. പക്ഷെ വിശ്വസിക്കണം ശിമയോനെ, നിന്റെ കാതിൽ ദൈവാത്മാവ് കേൾപ്പിച്ചത് കാലങ്ങൾ പലത് പിന്നിട്ടപ്പോൾ നിന്റെ തലമുറയിൽ ആർക്കും കാണാൻ കഴിയാത്ത ഈ രക്ഷകനെ, നിന്റെ കണ്ണ്, ഇത് പേഴ്സണലാണ്, നിന്റെ കണ്ണ്. എല്ലാരും കാണണമെന്നില്ല, എല്ലാവരെയും കാണിക്കണമെന്നില്ല, പക്ഷെ കാത്തിരുന്നവനെ കാണിക്കും. എല്ലാവരും കാണണമെന്നില്ല, എല്ലാവരെയും കാണിക്കണമെന്നുമില്ല, പക്ഷെ കാത്തിരുന്നവനെ കാണിക്കും. ഇന്ന് പകൽ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ ആലയത്തിലുണ്ടോ? കാണിക്കും. എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കണ്ണുകൾ കണ്ടിടുന്നു. പുകഴുവാനൊന്നുമില്ലേ, മഹത്വം എന്നേശുവേ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തിപ്പാടി, എൻ കാതിൽ കേട്ടതല്ല, എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കണ്ടിടുന്നു. മഹത്വം, മഹത്വം, മഹത്വം. ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവിക്കട്ടെ. എന്റെ കാതിൽ എന്റെ കണ്ണുകൾ കണ്ടിടുന്നു. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ. Hallelujah.
ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു നീതിമാനാണോ? നീ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണോ? നീ ദേവാലയം വിട്ടു പിരിയാതെ ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവനാണോ? നീ കാത്തിരുന്നത് നിന്നെ തേടി വരാൻ പോവുകയാണ്. നീ ഇരുന്ന സ്ഥലത്ത് അത് വരും. ശിമയോൻ ഇരുന്നെടുത്ത് ആ ദേവാലയത്തിനകത്തേക്ക് അവന്റെ വാഗ്ദത്തം കയറി ചെല്ലുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്റെ ഭവനത്തിനകത്തേക്ക് ചില വാഗ്ദത്തങ്ങൾ നടന്നു കയറി വരികയാണ്. ചില പ്രോമിസുകൾ നിന്റെ ജീവിതത്തെ ലക്ഷ്യമാക്കി വരികയാണ്. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ 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 വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കും. ഇരുന്നാട്ടെ. ജനിക്കുവാൻ സ്ഥലം കൊടുക്കാതെ സമൂഹം അവനെ തള്ളി. വളർന്ന ദേശത്ത് വളരുവാൻ അനുവദിക്കാതെ ജന്മദേശം യേശുവിനെ തള്ളി. യേശുവിനെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യപ്പെടുത്തിയ, അവൻ ആര് എന്ന് ലോകത്തോട് വിളംബരം ചെയ്ത യോഹന്നാനും അവനിൽ ഇടറിപ്പോയി. പിന്നെ അവൻ പന്തിരി വരെ തന്റെ അടുക്കൽ വിളിച്ചു. സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും നൽകി. അതിൽ യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്, ഒന്നാമൻ പത്രോസ്. ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് യേശു കർത്താവ് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ചിലർ ഇരമ്യാവെന്നും ചിലർ ഏലിയാവെന്നും ചിലർ സ്നാപക യോഹന്നാനെന്നും വിശേഷിപ്പിച്ചപ്പോൾ, അറിവിൽ നിന്ന് പലരും പറഞ്ഞ കേട്ടറിവുകളിൽ നിന്ന് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ, കൂട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ആർക്കും മുന്നോട്ടിറങ്ങി വന്ന് ഉത്തരം പറയാനുള്ള ആ ചങ്കൂറ്റമില്ലാതെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കുമ്പോൾ ഒന്നാമൻ പത്രോസ് എന്ന് വിശേഷിപ്പിച്ചവൻ ആ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പുരുഷാരം കേൾക്കെ, സമൂഹം കേൾക്കെ, തന്റെ സഹപ്രവർത്തകരും കൂട്ടുവേലക്കാരും കേൾക്കെ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അവനെ നോക്കി യേശു പറഞ്ഞു, ബറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്. ജഡരക്തമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. നിങ്ങൾക്കറിയാമോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു 10 മിനിറ്റിനകത്ത് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. പക്ഷെ ഇനിയുള്ള 10 മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെ നോക്കിയാണ് യേശു പറഞ്ഞത്, പീറ്റർ, യു ആർ ദ ഫസ്റ്റ്. ഒന്നാമൻ പത്രോസ്. വിളിക്കകത്തുണ്ടായിരുന്നു. അത് പറഞ്ഞ് വിളിക്കകത്തുണ്ടായിരുന്നു. ഈ നമ്മളെയൊക്കെ ദൈവം വിളിച്ച വിളിക്കകത്തുള്ളതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ചിലരെ അപ്പോസ്തലന്മാരായി വിളിച്ചിരിക്കുന്നു, പ്രവാചകന്മാരായി വിളിച്ചിരിക്കുന്നു, സുവിശേഷകരായി വിളിച്ചിരിക്കുന്നു, ഇടയന്മാരായി വിളിച്ചിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരായി വിളിച്ചിരിക്കുന്നു. ഇതെല്ലാം കോളിംഗ് ആണ്. ഓരോരുത്തരുടെ മുകളിലുള്ള കോളിംഗ് ദൈവത്തിന്റെ വിളിയാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സഭയോടുള്ള ബന്ധത്തിൽ. കാരണം പരിശുദ്ധ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു.
സഭ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട്, എടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു, യു ആർ ദ ഫസ്റ്റ്. നിങ്ങൾക്കറിയോ, ഈ മനുഷ്യനെ അതിനുശേഷം ഒന്നിലും ഒരു കാര്യത്തിലും ആർക്കും രണ്ടാമനാക്കാൻ പറ്റിയിട്ടില്ല. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിനുത്തരം പറഞ്ഞു ആരാ? പത്രോസ്. കാറ്റും കടലും ഇളകി മറിഞ്ഞ് വള്ളത്തിനകത്ത് വെള്ളം കയറി മുഴുവൻ ശിഷ്യന്മാരും പ്രാണഭയത്തിലായി നിലവിളിക്കുമ്പോൾ, രാത്രിയുടെ യാമത്തിൽ കടലിന്റെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്നു വന്ന നസ്രയനായ യേശു വള്ളത്തിനകത്ത് തണ്ടുവലിച്ചു വലഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യഗണത്തെ നോക്കി പൊതുവായി പറഞ്ഞു, ആർക്ക് ഈ എന്റെ അടുക്കലേക്കൊന്ന് വരാൻ കഴിയും? ഈ വള്ളത്തിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റും? 11 പകച്ച് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുമ്പം അവിടെയും ചരിത്രത്തിലാദ്യമായി ദൈവമല്ലാതെ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ചില ചുവടുകൾ, വെള്ളമല്ല, ആഴക്കടലിന്റെ മുകളിലൂടെ നടന്നു. അവൻ ആരാണ്? പത്രോസ്. വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ജെറുസലേം ചർച്ച് ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ, എന്നാൽ മറ്റൊരു കാര്യം ഞാൻ പറയാം, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത മഗ്ദല മറിയം ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് വന്ന് പൊതുവായി പറയുകയാണ്, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് കേട്ടിട്ട് 2 കതകും തുറന്നിറങ്ങി ഓടി. ആരാ? പത്രോസും യോഹന്നാനും. ബൈബിൾ പറയുന്നു, യോഹന്നാൻ പത്രോസിനേക്കാൾ ആദ്യം ഓടി കല്ലറ വാതിക്കലെത്തി, അകത്ത് കടന്നില്ല താനും. എന്നാൽ അവന്റെ പിന്നാലെ എത്തിയ ശീമോൻ പത്രോസ് കല്ലറയ്ക്കകത്ത് കയറി. ഇതെല്ലാം പിടി കിട്ടിയോ? ആദ്യം ഓടി എത്തിയതാരാ? ആദ്യം ഓടി എത്തിയതാരാ? ശരിക്കും ഞങ്ങളിത് കാണാൻ ഓടുവോ? ഓടുമ്പം കേൾക്കുന്നുണ്ടോ? ഓടുമ്പം എനിക്ക് കാലിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് കരുതുക. എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഓടാൻ പറ്റില്ല. ഇവര് ആദ്യം ഓടിയിട്ട് ഞാൻ വരുന്നത് വരെ ഇവര് റൂമിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുവോ? നിങ്ങൾ ചെയ്യുവോ? അവര് ലൈവ് തുടങ്ങുന്നത് ഒരുപക്ഷെ ഞാൻ കാണും അവിടെ നിന്നുകൊണ്ട്, ദൂതന്റെ ലൈവ്. പിന്നെ ആദ്യം യേശു ഉയർത്തെഴുന്നേറ്റ കല്ലറവാതിക്കൽ എത്തിയതാരാ? മോനെ, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം ഞാൻ ഈ പറയുന്നത്. ആദ്യം കല്ലറവാതിക്കൽ എത്തിയ ആരാ? പക്ഷെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അകത്ത് കടന്നില്ല താനൂന്ന്. 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അകത്ത് 5-ാമത്തെ വാക്യം 20-ന്റെ 5. അകത്ത് യോഹന്നാൻ അകത്ത് കടന്നില്ല, കയറിയില്ല. കാരണം ഒന്നാമൻ പത്രോസ് അവന്റെ മീതെയുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. നമ്മളാണെങ്കിൽ ആദ്യം അതിനകത്ത് ചാടിക്കേറി സഭയം തുടങ്ങിയേനെ. അതിനകത്ത് 6-ാമത്തെ വാക്യം വായിച്ച്, അവന്റെ പിന്നാലെ ശീമോൻ പത്രോസ് വന്നു, കല്ലറയിൽ കടന്നു. പത്രോസ് കേറിയിട്ടാണ് യോഹന്നാൻ കേറിയേ. പ്രോട്ടോകോളാ. ആത്മീക ശുശ്രൂഷയിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഒരുപാട് മേഖലകളിൽ പുതിയ നിയമത്തിലേക്കും പഴയ നിയമത്തിലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മോശയുടെ കാലം മുതൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഹല്ലേലൂയ. വന്ന് അതിനകത്ത് കയറി. എന്റെ ചോദ്യം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവന്റെ ശീലകൾ പൊതിഞ്ഞ, അരിമത്തയിലെ മന്ത്രിയായ ജോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് ചുറ്റിയ ശീലകൾ, തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട അടക്കുന്നത്. ആ തുണിയെല്ലാം കർത്താവ് കൃത്യമായിട്ട് അവിടെ തന്നെ ഉയർത്തെഴുന്നേറ്റപ്പം മടക്കി. ഒരുത്തന്റെ ഒന്നും കൊണ്ട് പോയതേയില്ല. ആരുമില്ല ഇവിടെ. ശീലകൾ അവിടെ വേറിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. രാവിലെ കട്ടിലേന്ന് എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? മടക്കി വെക്കും. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ തുണി കൃത്യം, അതല്ല ഞാനിങ്ങനെ ഒരു ശീലവും കൂടെ അതിന്റെ കൂട്ടത്തിൽ
പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയാൽ അതിന്റെ പുറകെ വരണം വേറെ ആളുകൾ വിരിക്കാൻ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു ശീലമാണ് ആ പുതച്ച പുതപ്പ് തന്നെത്താൻ എന്ന് മടക്കി വെച്ച് ആ കിടന്ന കട്ടിൽ ഒന്ന് വിരിച്ച തലയണയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിടുന്നത് നല്ലൊരു ശീലമാണ് കേട്ടോ. ഉയർത്തെഴുന്നേറ്റ കർത്താവും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആ തന്നെ കവർ ചെയ്തിരുന്ന ശീല കൃത്യമായിട്ട് വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചു. അങ്ങനാണോ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ഇത് ആദ്യം കണ്ടതാരാ? പത്രോസ്. യേശു ദൈവപുത്രനാണെന്ന് ആദ്യം പറഞ്ഞ ആരാ? പത്രോസ്. കടലിന്റെ മുകളിലൂടെ നടന്ന ആരാ? ഇനി വേദപുസ്തകത്തിൽ ആദ്യത്തെ സ്നാന ശുശ്രൂഷ 3000 ആദ്യത്തെ പ്രസംഗം നടത്തിയ ആരാ? പത്രോസ്. ആദ്യത്തെ സ്നാന ശുശ്രൂഷ നടത്തിയ ആരാ? പത്രോസ്. വേദപുസ്തകത്തിൽ മരിച്ച തബീതെ പീറ്റർ ഉയർപ്പിച്ചു. ബൈബിളിനകത്ത് ആദ്യം മരിച്ച ആളെ ഉയർപ്പിച്ച ആരാ? പത്രോസ്. കാരണം അവന്റെ മേളിലൊരു വിളി വീണു, ഒന്നാമൻ പത്രോസ്. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവം നിന്നെ മുന്നിൽ നിർത്തിയാൽ ഒരുത്തനും പുറകിലാക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞേ. ദൈവം നിന്നെ മുന്നിൽ നിർത്തിയാൽ ആർക്കും നിന്നെ പുറകിലാക്കാൻ പറ്റുകയില്ല. ഒന്ന് കരമടിച്ച് ഒന്ന് സ്വീകരിച്ച കർത്താവ് നിന്നെ മുന്നിൽ നിർത്തിയാൽ ആർക്കും. ഹല്ലേലൂയ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി എൻ്റെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ. യേശുവിനോട് ഈ പുള്ളി കയറി ഒരിക്കൽ പറഞ്ഞു കളഞ്ഞു, കർത്താവേ നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല, നീ മരിക്കാൻ പാടില്ല. സങ്കടം ഉണ്ടായോണ്ട് പറയുകയാണ്, നീ മരിക്കരുത്. യേശു പെട്ടെന്ന് അവനിൽ ഒരു സാത്താനെ കണ്ടു. സാത്താനെ മാറി നിൽക്കാൻ പറഞ്ഞു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതത്രേ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പീറ്റർ യേശുവിനോട് പറഞ്ഞറിഞ്ഞു, ഞാൻ നിന്റെ കൂടെ, നീ മരിക്കുകയാണേ നിന്റെ കൂടെ ഞാനും മരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ എന്നെ തള്ളി പറയും. നീ തള്ളി പറയുമ്പം അതിനൊരു അടയാളമായിട്ട് കോഴി കൂവും. പുള്ളിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റിയില്ല, ഏറ്റെടുക്കാനും പറ്റിയില്ല. നെഗറ്റീവ് ദൂതിനെ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അല്ല, നെഗറ്റീവ് ദൂതിനെ ക്യാൻസൽ. എൻ്റെ ഒരു ഇമാജിനേഷൻ, പുള്ളിയുടെ മനസ്സിലത് പുള്ളി ഇഷ്ടപ്പെട്ടു. ഒരുത്തനെ മുഖത്ത് നോക്കി സാത്താനെ എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ? യേശു വിളിച്ചു, നീ എന്നെ തള്ളി പറയും, നീ എന്നെ കളഞ്ഞിട്ട് പോകുന്ന മുഖത്ത് നോക്കി പറഞ്ഞു. ഹലോ, കൃത്യമായി യേശുവിനെ ഗത്സമന തോട്ടത്തിൽ പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെയും ഈ പുള്ളിയെ പിശാച് കയ്യിലെടുത്തായിരുന്നു. ആരെ? പത്രോസിനെ. പുള്ളി എന്നാ ചെയ്തേ? പുള്ളി വാളെടുത്ത് ഊരി യേശുവിനെ പിടിക്കാൻ വന്ന ഓഫീസറിന്റെ, ഉദ്യോഗസ്ഥന്റെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോലീസുകാരന്റെ ചെവി വെട്ടിയതല്ല. യോഹന്നാൻ 18:10 ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറത്ത് കളഞ്ഞു. മൽക്കോസ് എന്ന പേരുള്ള ഒരുത്തന്റെ കഴുത്തെ വെട്ടിയതാ. ആരെങ്കിലും ചെവി കണ്ടിക്കാൻ നിന്ന് കൊടുക്കുവോ? കേൾക്കുന്നുണ്ടോ? ആ മൽക്കോസ് മർക്കോസ് അല്ല കേട്ടോ, മൽക്കോസ് ആണേ. മൽക്കോസ് എന്ത് ചെയ്തു? തല വെട്ടിച്ചു. വെട്ടിച്ചപ്പം വാൾ എവിടെ കൊണ്ടു? ചെവിയെ കൊണ്ടു. ചെവി അങ്ങ് തറയെ വീണു. ഈ പോലീസുകാരും പട്ടാളക്കാരും എല്ലാം നിൽക്കുക ആ ഗത്സമന തോട്ടത്തിൽ. ഇനി സെക്കൻഡ് കൊണ്ട് യേശു അത് കണ്ടു. നമ്മള് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലർ ചിന്തിക്കും, എല്ലാവരും അല്ല, ചിലർ ചിന്തിക്കും, എന്തോ ഒരു ആത്മാർത്ഥത, ഒരുത്തനെങ്കിലും കൂടെ, ചങ്കുറപ്പുള്ള ഒരുത്തനെങ്കിലും കൂടെ, തിരുവനന്തപുരംകാരുടെ ഭാഷ പറഞ്ഞ കട്ടയ്ക്ക് നിന്നല്ലോ. കട്ടയ്ക്ക് നിന്നാണോ? പിശാച് കുറച്ച് സമയത്തേക്ക് പുള്ളിയെ കയ്യിലെടുത്തതാ. ഉടനെ യേശു പത്രോസിനോട് അവിടെ തിരിഞ്ഞെന്ന് പറയാണ്, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആ ചെവി എടുത്ത്, എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ആ ചെവി, തറയിൽ കിടക്കുന്ന ആ ചെവി എടുത്ത് ചെവി അറിയാതെ കർത്താവ് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്റെ ചോദ്യം, എന്തിനാ അത് ചെയ്തേ? അവസാനം ഒരത്ഭുതവും കൂടെ ചെയ്തിട്ട് ക്രൂശി മരിക്കാൻ പോയാണോ? അല്ല.
ആ ചെവി, ആ പോലീസുകാരന്റെ ചെവി, അല്ലെങ്കിൽ ആ മഹാപുരോഹിതന്റെ ദാസന്റെ ചെവി ഇതെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വിധി എന്തോ വരുന്നതെന്നറിയോ? പ്രവചനത്തിൽ കിടക്കുന്നത് അവൻ നീതിമാനാണെന്ന, ഇവനൊരു നീതിമാനായിരുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ ചെവി കർത്താവ് എടുത്ത് സൗഖ്യമാക്കി ഇരു ചെവി അറിയാതെ പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസത്തെ കോടതി വരുന്നത് ഇവൻ ക്രിമിനലാണ്. ഇവനും ഇവന്റെ ഗുണ്ടകളും കൂടെ ചേർന്ന് ഉദ്യോഗസ്ഥനെ, ജോലിക്ക് നിന്ന ഉദ്യോഗസ്ഥനെ, പോലീസുകാരനെ വെട്ടിയവനാണ് ഇവൻ. കേസ് മാറിയോ? ക്ലോസ് മാറിയോ? പോലീസ് വെട്ടിയവനും വെട്ടാൻ കൂട്ടു നിന്നവനും ഒരുപോലാണോ? ഇവൻ പറഞ്ഞിട്ട് ഇവന്റെ ഗുണ്ട ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരനെ വെട്ടി. ഇതാണ് കേസ് വരാൻ പോകുന്നത്. തെളിവ് പോലും ഇല്ലാതെ, ചെവി അറിയാതെ, പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിനായി കൂടെ നിന്നവനിൽ ഈ കൂടെ നിൽക്കുന്ന നമ്മുടെയൊക്കെ കുടുംബത്തിലൊക്കെ ഉള്ള ചില പുള്ളികൾ കാണിക്കുന്ന കുഴപ്പം കൊണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കാറുണ്ടല്ലേ? പക്ഷെ അതുപോലും കർത്താവ് നമുക്ക് നന്മയ്ക്കായിട്ട് തിരിക്കുന്ന ദൈവമാണ്. ഈ വേറെ ഒരുത്തൻ ചെയ്ത തെറ്റിന്, വേറെ ഒരുത്തൻ കാണിച്ച കുഴപ്പത്തിന് ചിലപ്പോൾ നമ്മളെ ആളുകൾ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ട്. അവിടെ പോലും നമ്മുടെ കർത്താവ് നമ്മളിൽ ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഇതൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് ആരോടുള്ള മെസ്സേജാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പ്രൊഫസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇത് ഒരു പ്രവചനമാണ്. എനിക്കറിയില്ല ഈ ചർച്ചിലിരിക്കുന്ന ആളാണോ ലൈവിലുള്ള ആളാണോ എന്ന് എനിക്കറിയത്തില്ല. ആ വ്യക്തി ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടണം. നിന്റെ കൂട്ടുകാരനാണ് അത് ചെയ്തത്, നീ അല്ല തെറ്റ് ചെയ്തത്, പക്ഷെ വേറൊരാളാണ് ആ തെറ്റ് ചെയ്തത്. അവൻ അത് ചെയ്തത് നിന്നെയാണ്, പക്ഷെ അതിൽ കുടുക്കാൻ ശ്രമിച്ചത് നീയാണ് കുടുങ്ങിയത്. അങ്ങനെ ഒരു കേസ് നിനക്കെതിരെ ഉണ്ട്. കർത്താവ് നിന്നെ അറിയിക്കുന്നു. അതിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി. നീ ചെയ്യാത്ത തെറ്റിന്, നിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത തെറ്റിന് നിന്നെ കുടുക്കാൻ ശ്രമിച്ചവൻ കുടുങ്ങുന്നു എന്ന് കർത്താവ് ഇന്ന് പകൽ അറിയിക്കുകയാണ്. അതെനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും ആണോ. ഐ ഡോണ്ട് നോ ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ, ബട്ട് സംവൺ ഈസ് ഹിയർ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയപ്പെട്ടവരെ, ഇതേ പത്രോസ് യേശുവിൻ്റെ കൂടെ മരിച്ചു കളയൂ എന്ന് പറഞ്ഞ പത്രോസ്, വാളെടുത്ത് പടയാളിയുടെ കാത് വെട്ടിയ പത്രോസ് യേശുവിനെ ഒന്നാമത് തള്ളിപ്പറഞ്ഞോ? എന്നിട്ട് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിനാണെന്നറിയോ? അവന്റെ ശിഷ്യന്മാർ, ലൂക്കോസ് വിശേഷം ഞാൻ വായിക്കാൻ സമയമില്ല മോനെ, ഇപ്പൊ ഞാൻ വായിക്കേണ്ടത് 22-ാം അധ്യായത്തിലേക്കാണ് പോകേണ്ടത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. 22-ാം അധ്യായത്തിന്റെ 61-ാം വാക്യം എന്ന് വായിച്ചേ. 61-ാം വാക്യം പെട്ടെന്ന് വായിക്കണം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂവും മുമ്പേ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ഓക്കെ, ഇനി അതിന്റെ 54 മുതൽ നോക്കിയേ. പെട്ടെന്ന് 54 മുതൽ നോക്കിയേ. പത്രോസ് എന്ത് ചെയ്തു? അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചു ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. വായിച്ചോ? അവൻ തീവട്ടത്തിനരികെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു. ഓക്കെ, 57-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത് തള്ളിക്കളയുന്നതിന് തുല്യമാണ്. ഞാൻ നിന്റെ കൂടെ മരിച്ചു കളയും എന്ന് പറഞ്ഞ പത്രോസും യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്തേ. ജനിക്കാൻ അനുവദിക്കാതെ സമൂഹം തള്ളി, വളരാൻ അനുവദിക്കാതെ ജന്മദേശം തള്ളി, ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ തള്ളി, കൂടെ മരിച്ചു കളയുമെന്ന് വാക്ക് പറഞ്ഞ പത്രോസ് തള്ളി. ഇതിനകത്തെല്ലാം ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു.
ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയ ഒരു വാക്യമുണ്ട്, അത് വായിപ്പിക്കട്ടെ. അതാണ് ഈ മെസ്സേജിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്നതുപോലെ മത്തായി സുവിശേഷം 27-ാം അധ്യായം 45-46 വാക്യങ്ങൾ. പ്രാർത്ഥനയോടെ ഈ വാക്യം ശ്രദ്ധിക്കണം. 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഓ താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനോട് കൂടെ സംസാരിക്കുമ്പോൾ ഒരു വേദ പണ്ഡിതൻ തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, തൻ്റെ പുത്രനെ നഗ്നനായി ക്രൂശിച്ചിരിക്കുമ്പോൾ ലോകം അവൻ്റെ വേദന കാണാതിരിക്കാൻ, ലോകം അവനെ പിന്നെയും നിന്ദിക്കാതിരിക്കാൻ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പറയുന്നത്, ലോകം അവനെ വീണ്ടും നിന്ദിക്കാതിരിക്കാൻ, വീണ്ടും അവൻ്റെ നഗ്നത കണ്ടും അവൻ്റെ രക്തം ഒഴുകുന്നത് കണ്ടും അവൻ പിടയുന്നത് കണ്ടും ശത്രു സന്തോഷിക്കാതിരിക്കാൻ കർത്താവ് ദേശത്ത് മുഴുവൻ ഇരുട്ടാക്കി കളഞ്ഞു. ഇരുട്ടാക്കി കളഞ്ഞു. 46-ാം വാക്യത്തിൽ ഏകദേശം 9-ാം മണിനേരമായ സമയത്ത് യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ജനിക്കാൻ അനുവദിക്കാതെ ജന്മദേശം എന്നെ തള്ളി, വളരാൻ അനുവദിക്കാതെ സമൂഹം എന്നെ തള്ളി, എന്നെ കുറിച്ചൊന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ എന്നെ തള്ളി, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് എന്നെ തള്ളി പറഞ്ഞു, ശിഷ്യന്മാരെല്ലാം എന്നെ വിട്ട് ഓടിപ്പോയി. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവേ, അപ്പ നീയും എന്നെ തള്ളിയോ? നീയും എന്നെ കൈവിട്ടോ? വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ആ കല്ലിവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. മക്കളെ, എന്തിനു വേണ്ടി അവൻ തള്ളപ്പെട്ടു? പാപികളായ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ. എന്തിനായി അവൻ വേദന അനുഭവിച്ചു? എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുവാൻ. എന്തിനായി അവൻ അടിപ്പിണരുകൾ ഏറ്റെടുത്തു? ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കുന്നു, പറയുന്നു, മക്കളെ, ജനിക്കാൻ അനുവാദം കൊടുക്കാതെ, സ്ഥലം കൊടുക്കാതെ വഴിയമ്പലം തള്ളിയതുപോലെയും, ജന്മദേശത്ത് വളരാൻ അനുവദിക്കാതെ ഹെരോദാവും രാജ്യവും തള്ളിയതുപോലെയും, സാക്ഷ്യം പറഞ്ഞിട്ട്, ഏറ്റു പറഞ്ഞിട്ട്, വലിയ പ്രസംഗവും പാട്ടും ഒക്കെ നടത്തിയിട്ട്, സ്നാനപ്പെട്ടിട്ട്, രക്ഷിക്കപ്പെട്ടിട്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാപക യോഹന്നാൻ തള്ളിയതുപോലെയും, കൂടെ നിൽക്കാം, ഞാൻ ഒപ്പം കാണും, ഞാൻ ചാകും, കൂടെ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് പത്രോസ് തള്ളിയതുപോലെയും, അല്പസമയത്തേക്കും തൻ്റെ ഏകമകന്റെ ദാരുണമായ മരണം കാണുവാൻ കഴിയാതെ പിതാവായ ദൈവം മുഖം മറച്ചതുപോലെയും, നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയരുത്. നിന്റെ കഴുത്തിലേക്ക് തോക്കെടുത്ത് വെച്ചിട്ട് നിന്നെ വെടിവെച്ച് കൊല്ലും, നീ അവനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാലും അവനോട് പറയണം, നീ എന്നെ ഇവിടെ തട്ടിയാൽ ഞാൻ മേളിൽ പൊങ്ങും എന്ന് പറയണം. നീ എന്നെ ഇവിടെ തട്ടിയാൽ ഞാൻ മേളിൽ പൊങ്ങും. ഹല്ലേലൂയ. ചങ്കും നെറ്റിയും കൊടുത്ത്, ജീവൻ കൊടുത്ത്, ജീവിതം കൊടുത്ത്, ജീവിതം മുഴുവൻ കൊടുത്ത് ഈ അരുമനാഥന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുവോ?
ഈ വിശ്വാസത്തിനും ദൈവകൃപയ്ക്കും വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറുള്ളവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ? അവരോട് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും 1 പത്രോസ് 2:4 മുതൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു. ആ കല്ല് ക്രിസ്തുവാണ്, ആ മൂലക്കല്ല് ക്രിസ്തുവാണ്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു തന്നെ. ആ ശ്രേഷ്ഠമേറിയ മാന്യമായ മൂലക്കല്ലായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു കുടുംബവും ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകത്തില്ല എന്ന് വേദപുസ്തകം ഉറപ്പു തരുന്നു. അത് വിശ്വസിക്കുന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒരു വ്യക്തിയും ലജ്ജിച്ചു പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ തള്ളി പറഞ്ഞപ്പോഴും എന്നെ അവൻ തള്ളിക്കളഞ്ഞില്ല. ചൂടുള്ളൊരപ്പവും കുളിരിനായി എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ ജീവിതം എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര വെല്ലുവിളി വന്നാലും ഏറ്റുപറഞ്ഞ വിശ്വാസവും ഏറ്റെടുത്ത ദൈവകൃപയും പ്രാപിച്ച വിശുദ്ധിയും നഷ്ടപ്പെടുത്താതെ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്നുള്ളവർ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ തള്ളി പറഞ്ഞപ്പോഴും എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല എന്ന അനുഭവമുള്ള എത്ര പേരുണ്ട്? ഞാൻ മറന്നപ്പോഴും അവൻ എന്നെ മറന്നില്ല എന്ന അനുഭവമുള്ള എത്ര പേരുണ്ട്? മക്കളെ, നിങ്ങൾ എന്നെ ആ കൈ ഉയർത്തി നിൽക്കുന്നവരൊന്ന് കണ്ണു തുറന്നേ. എന്നെ ഒന്ന് നോക്കിയേ. ഒരു മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയട്ടെ. തള്ളപ്പെടലിന്റെ വേദന, ഒറ്റപ്പെടലിന്റെ വേദന, തിരസ്കരണത്തിന്റെ വേദന അറിയാവുന്നവന്റെ മുൻപിലാണ് ഈ കൈ ഉയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ അവൻ തള്ളിക്കളയില്ല. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നീ തനിച്ചേ ഉള്ളെങ്കിലും അവൻ നിന്റെ അരികിൽ വരും. മക്കളെ, ആരും നിന്റെ ഒപ്പം ചിലർ നിങ്ങൾ പറയുന്നില്ല എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ലെന്ന്. നിന്റെ കൂടെ യേശു മാത്രം മതി, കർത്താവ് പക്ഷെ മാത്രം മതി. ആ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ച വേറെ ആരും വേണ്ട. ഓ തള്ളി തള്ളിക്കളഞ്ഞതിൽ എന്നെ ചൂടുള്ളൊരപ്പവും കുളിരിനും പകർന്നു തന്നെ. എത്ര ദൂരം നിന്നെ വിട്ടോടി, അത്ര ഓ ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം വാണിയല്ല വേദന. ക്രൂശിൽ കിടന്നപ്പോഴും കാര്യം വാണിയല്ല വേദന. നാശത്തിലായൊരൻ ആശിച്ചതല്ലയോ ആരോധനം. എത്ര ദൂരം നിന്നെ വിട്ടോടിയ അത്ര ഓ എത്ര ദൂരം
കൈ ഒന്ന് നെഞ്ചോട് ചേർത്ത് പാടാവോ? തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും ബ്രദറെ, കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ കർത്താവിനെ അഴിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ പുറത്തെടുക്കും. നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. യേശു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവന്റെ അടിപ്പിടരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. നിന്റെ കിഡ്നിയുടെ മേളിൽ, നിന്റെ ലിവറിന്റെ മേളിലെല്ലാം കർത്താവിന്റെ കരം വരികയാണ്. യേശു നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും വാണിയല്ല നാശത്തിലായോരെ ഞാൻ ഓൺലൈനിൽ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ലൈവിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരും ഈ ഹോൾ വിട്ട് ഇറങ്ങല്ലിപ്പോ. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കുകയാണ്. ലൈവിൽ യൂട്യൂബിൽ എന്നെ കാണുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, സിസ്റ്റർ പത്മ നായർ എന്നെ കാണുന്നു ഓൺലൈനിലൂടെ. പ്രിയ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രദർ സന്തോഷാർ, ബിന്ദു സാജൻ പുന്നവേലി, നിബിൻ ജോസിനായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കുടുംബജീവിതം ബ്രദർ നിബിന് നൽകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെൻസൺ കെ സാമുവലിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെൻസൺ, റഷ്മി എന്ന സഹോദരിയുടെ ഉദരത്തിനകത്തുള്ള പ്രശ്നം കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്ന. മക്കളെ, യേശു ശരീരത്തിൽ അടിപ്പിണരുകൾ ഏറ്റെടുത്തത് നിന്റെ സഹോദരിയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. ലൈവിൽ യൂട്യൂബിൽ കാണുന്നവർ ഈ വീഡിയോ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രെയർ ചാറ്റിൽ നിങ്ങൾ ദയവായിട്ട് ഈ പ്രാർത്ഥനാ വിഷയം അയക്കാൻ തയ്യാറായ റോസ് എന്നൊരു സഹോദരി പ്രാർത്ഥനാ വിഷയം അയച്ചിരിക്കുന്നു. അവരുടെ തലമുറകളെ തൊടുവാൻ കർത്താവ് ഒരു തലമുറയെ കൊടുക്കുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ. എല്ലാവരും പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ കാതിൽ കേട്ടതെല്ലാം എൻ്റെ കണ്ണുകൾ കണ്ടിടുന്നു. സബിത ഷമലിയ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കായി. താങ്ക് യു ജീസസ്. ടെഡ്സൺ തോമസ്, ജോബി സ്കറിയ, കർത്താവ് നിങ്ങളെ സ്പിരിച്വലി ബ്ലസ് ചെയ്യട്ടെ. നിങ്ങൾ ആത്മീകമായി വർദ്ധിക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കർത്താവ് തുറക്കുവാനിടയാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ ഷെറിൻ മേരി ഐസക്, എല്ലാവരും ആ കൈകളും ഉയർത്തി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന മക്കളുമാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. താങ്ക് യു ജീസസ്. ഈ ലൈവിൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബ്രദർ അനന്തു, ചാലക്കുടിയിൽ നിന്ന് കാണുന്ന അനന്തു, ഒരു ബൈക്ക് ആക്സിഡന്റിനാൽ 9 വർഷമായി പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അനന്തുവിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിദ്യാമേനോനായി പ്രാർത്ഥിക്കുന്നു. അക്സ മറിയത്തിനായി പ്രാർത്ഥിക്കുന്നു. ടിജു തമ്പിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രദർ മനുവിന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം മാറുവാൻ, ആ പണം ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
ലിജാജി കുമാറിനെ പ്രാർത്ഥിക്കുകയാണ്. ഈ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവർ ഇത് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലുള്ളവർക്ക് വേണ്ടി ഈ സമയം ഫേസ്ബുക്ക് പേജുകളിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഞങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ പ്രാർത്ഥനാ വിഷയം അയച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തി അവർക്ക് വേണ്ടി. യേശുവേ, ഇപ്പോൾ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ ആ മക്കൾക്ക് വേണ്ടി ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലുകളിലും ഞങ്ങളെ വാച്ച് ചെയ്യുന്ന, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്താൽ ഒരു അത്ഭുതകരമായ വാതിൽ അവരുടെ മുമ്പിൽ സ്വർഗം തുറക്കണമേ. തമ്പുരാന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ. അവർ തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരിക്കുന്നുവെങ്കിൽ അവരുടെ ഭവനത്തിന്റെ ശുശ്രൂഷയുടെ ഒക്കെ ഒരു അടിസ്ഥാനമായ അനുഗ്രഹമാക്കി കർത്താവരെ മാനിക്കണമേ. യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അവർ ചേർത്ത് പണിയപ്പെട്ടവരായി അവരുടെ ജീവിതം അനുഗ്രഹമാകാൻ ഇടയാകണമേ. ഇവരും ജീവനുള്ള കല്ലുകളായി മാറട്ടെ, ജീവനുള്ളവരായി മാറട്ടെ. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്ന് എഴുതിയിരിക്കുന്നു. ലജ്ജിച്ചു പോകാതെ, ഒരിടത്ത് ലജ്ജിച്ചു പോകാതെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്നെഴുതിയിരിക്കുന്ന പോലെ അവർ മാനിക്കപ്പെടട്ടെ. ശിമോനെ പോലെ യേശുവിനെ കാത്തിരുന്ന, ശിമയോനെ പോലെ യേശുവിനെ കാത്തിരിക്കുന്നു. അഭിഷേകത്തിൽ, ആത്മനിയോഗത്തിൽ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഒരു തലമുറയായി ഇവർ മാറട്ടെ. ഹീൽ ചെയ്യുന്ന കർത്താവ്, ഹീൽ ചെയ്യുക. യേശു കർത്താവരെ ഹീൽ ചെയ്യട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വെയിറ്റ് ലൈവിൽ ഞങ്ങളെ കാണുന്നവർ കഴിഞ്ഞ 26 വർഷമായി ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് നിയോഗിക്കുന്നു. കർത്താവ് നിർത്തുന്നു. നിൽക്കുകയല്ല, ദൈവം നിർത്തിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ അധ്വാനിച്ചത് ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഈ കഴിഞ്ഞ 25 വർഷമായി അനേക രോഗികളെ യേശു സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു രോഗിയെയും എനിക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മീറ്റിങ്ങുകളിലും ഞാനത് പറയുന്നതാണ്, എല്ലാ ക്രൂസൈഡിലും ഞാനത് പറയുന്നതാണ്. യേശുവാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. അത് കേട്ടിട്ടുള്ളവരൊന്ന് കരങ്ങളെ ഉയർത്തി. യേശുവാണ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നത്. വിശ്വസിക്കുന്നവരാണ് ഹീലാകുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വാഗ്ദത്തത്തിന് ഇപ്പോഴും ജീവനുണ്ട്. യിരെമ്യാ പ്രവചനം 33:6 ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. യെശയ്യാ പ്രവചനം 53:5 അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 103 സങ്കീർത്തനം 3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. പൊന്നിനോടും വെള്ളിയോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രത്തിൽ ഒരു ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന രോഗിയോട് യേശു ചോദിക്കുന്നു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നാൽ കുഷ്ഠരോഗിയുടെ യേശു പറഞ്ഞത് എന്നാണെന്നറിയാവോ? മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ. ഇപ്പോൾ കർത്താവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരികയാണ്. രോഗക്കിടക്കയിൽ കിടന്ന് എന്നെ കാണുന്നവരുണ്ട്, വേദനയിൽ കാണുന്നവരുണ്ട്. യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസവും എന്റെ കർത്താവ് അനേകരെ സുഖപ്പെടുത്തുന്നത്, അനേക ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത്, വിടുവിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. യേശു അത് ഇന്നും ചെയ്യുന്നു. കാരണം എന്റെ ദൈവം മോർച്ചറിയിലല്ല, എന്റെ ദൈവം കബറിലല്ല, എന്റെ ദൈവം കല്ലറയിലല്ല, എന്റെ ദൈവം കണ്ണാടിപ്പെട്ടിയിലല്ല. എന്റെ ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും പ്രവർത്തിക്കുന്നു. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, കാരണം എന്റെ യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്.
പിതാവേ, ഞാൻ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങൾ ഇവർക്ക് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് everyone stretch your hand. രോഗത്താൽ ഭാരപ്പെടുന്നവർ, രോഗികളായിട്ടുള്ളവർ, വിശ്വാസത്തിന്റെ അടയാളമായി രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കും. കർത്താവ് നിങ്ങളെ ഇപ്പോൾ ഹീൽ ചെയ്യട്ടെ. പാസ്പോർട്ട് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു വഴി തുറക്കാൻ. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എന്നെ അല്ലാതെ എന്റെ പക്കലൊന്നുമില്ല, കൊണ്ടുവരാൻ പറഞ്ഞു. അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടത് വിശ്വാസത്തിന്റെ അടയാളമാണ്. പ്രവാചകൻ ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് ദേശത്തിന് മേലിട്ടത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ ഫെയ്ത്ത്. അതിനെ ദൈവം മാനിക്കും. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയില്ല, ദൈവം മാനിക്കും. തലമുറകളില്ലാത്തവർ ഇപ്പോൾ എന്നെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും. ഒരു പുതിയ ശുശ്രൂഷയ്ക്കായി, ഒരു അഭിഷേകത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ മേൽ വരും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹീൽ ചെയ്യണമേ കർത്താവേ, വിടുവിക്കണമേ കർത്താവേ. ഇതുവരെ നിങ്ങളുടെ ഹൃദയം യേശുവിനായി നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കർത്താവിനെ കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ സമ്പത്ത് യേശു കർത്താവാണ്. അവനെ നമുക്ക് ലഭിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഭാഗ്യം. നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതല്ല, യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 4:11-12 വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ, ആ ഹൃദയം കർത്താവിനെന്ന് കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും ആകുലവേളകളിൽ ആശ്വാസം നൽകിയിടും ഇരു കരങ്ങളും ഉയർത്തി. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാത്തിടും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ കരങ്ങൾ വീണ്ടും നമുക്ക് അടുത്ത ഞായറാഴ്ച ലൈവിലൂടെ കാണാം. അടുത്ത ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. അപ്കമിംഗ് മീറ്റിംഗുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എല്ലാ നിലകളിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളുമാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ജീസസ് നെയിം. താങ്ക് യു ഫോർ വാച്ചിങ്.